Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ മക്കളെ, നമ്മൾ കാര്യമായിട്ട് നമ്മൾ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. NCERTയിലെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ അത് ഒഴിവാക്കി കളയുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു സെഷൻ റേ ഒപ്റ്റിക്സിൻ്റെ ഈ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാം ഈ ഒരു ടൈമിൽ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, 10ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ 15ാമത്തെ മിനിറ്റിൽ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതൊരു ടെക്സ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണെങ്കിൽ നമ്മൾ റിപ്ലൈ തരാം കമന്റ് ആയിട്ട് തന്നെ. ഇനി അതല്ല, നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ ലൈവിൽ വന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ഒരു ചെറിയൊരു പേടിയുടെ ടെൻഷൻ്റെ ഒരു അംശം പോലും വേണ്ട. വി ആർ വിത്ത് യു ഡെഫിനറ്റ്ലി. ഈ ഒരു കംപ്ലീറ്റ് ജേർണിയിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വെയിറ്റിംഗ് ആണ്. അത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. സർപ്രൈസ് ആയി തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ്. ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ യെസ്, അപ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിൻ്റെയും NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ വോളിയം 2 എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഒരു 3-4 ചാപ്റ്റേഴ്സിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ ഫിസിക്സിൻ്റെ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി അപ്കമിംഗ് ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും മക്കളെ, ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒട്ടും തന്നെ എന്താ പറയുക, അമാന്തിക്കേണ്ട, നേരെ വന്ന് ഈ ഒരു വീഡിയോ കണ്ടോളൂ. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ ആണ് കാണുന്നത്, കാരണം ഇത് നമ്മൾ റിഫ്രാക്ഷൻ തൊട്ടിട്ടായിരിക്കും പറയുക. സോ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി. പാർട്ട് 1ന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പതുക്കെ ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്, നമ്മൾ റിഫ്രാക്ഷൻ ആണ്. സോ റിഫ്രാക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക, റിഫ്ലക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു, ആൻഡ് ഓൾസോ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിച്ചു. ഇനി നമുക്കൊരു ചെറിയൊരു ഡെറിവേഷൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ നമ്മൾ മിറർ ഇക്വേഷനും നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, വൺ ഷോട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഔട്ട് ഓഫ് NCERTയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, ഓക്കെ, നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ഒരു പ്രാക്ടീസ് എന്നോണം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ വൺ ഷോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അവിടെ മിറർ ഇക്വേഷനും അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ ഡിഫറെന്റ് റിലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് ഓൾസോ റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ പറഞ്ഞു യെസ്, ലൈറ്റ് റേ എന്ത് ചെയ്യുവാണ്, യെസ്, ബെൻഡ് ചെയ്യുന്നതിനാണ്. അത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട്, ഡിഫറെന്റ് ഡെൻസിറ്റീസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള 2 മീഡിയംസ് ആണ്. സോ ഇവിടെ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിനുണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്രാക്ഷനിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്ഫെറിക്കൽ സർഫസിൽ, ഓക്കെ, സ്ഫെറിക്കൽ സർഫസിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കർവേച്ചർ ഉണ്ടല്ലോ, ഈ ഒരു സ്ഫെറിക്കൽ സർഫസിന്റെ ഈ ഒരു കർവേച്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അപ്പേർച്ചർ എന്ന് നമ്മൾ പറഞ്ഞു, അത് വളരെ കുറവാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ചെയ്യുന്നത് മാത്രമല്ല, അങ്ങനെയാണ്, അപ്പേർച്ചർ ഭയങ്കര കുറവാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്, അല്ലെ, നമ്മുടെ ഈ ഒരു സെന്ററിനെയും അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ്. ആ ലൈനാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടുത്തെ സെന്റർ മുതൽ C വരെയുള്ള ഈ ഒരു ലെങ്ത്തിനെ നമ്മൾ എന്ന് വിളിച്ചു. ആൻഡ് നമ്മളൊരു പോയിന്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് ഒബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് നമുക്ക് കോംപ്ലിക്കേഷൻ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവം പഠിക്കാനായിട്ട് പറ്റും. സോ നമ്മളൊരു പോയിന്റ് ഒബ്ജക്റ്റ് O എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് എന്തായിരിക്കും, റേസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നമുക്കുള്ളത് ഒരു കോൺവെക്സ് മിറർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ ഇവിടെ നിന്നും എന്തായി, ഒരു റേ പാസ് ചെയ്തു. ആ റേ ഇവിടെ വന്ന് അടിച്ചു. ഇനി നമുക്കറിയാലോ, സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ സ്ഫെറിക്കൽ സർഫസിലൂടെ നമ്മൾ വരയ്ക്കുന്ന ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നോർമൽ ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ആ നോർമലിന് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വരച്ചു, പുറത്തോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ എന്താണ്, ഇൻസിഡന്റ് റേ എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? ഇൻസിഡന്റ് റേ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന
ആംഗിൾ ആണ് ഇൻസിഡന്റ് ആംഗിൾ. സംശയമില്ലല്ലോ? ഓക്കെ. ആൻഡ് ഈ ഒരു കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ എൻ എന്നും വിളിച്ചു കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കാൻ ഒ എം എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളോ. എന്താണ് ഒ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ്? യെസ്, നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതായത് നമ്മുടെ പോളിൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് യു എന്ന് പറയുന്നത്. സോ യു ഈസ് ദി ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? യു ഈസ് ദി ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇനി അടുത്ത എന്താ പറയുന്നത്? നമ്മൾ നോക്കി കഴിഞ്ഞപ്പം ഇവിടെ നിന്ന് ഇത് റിഫ്രാക്ട് ചെയ്തിട്ട് ഐ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇമേജ് പെർഫോം ചെയ്തത്. അതായത് ഈ ഒ എന്ന് പറയുന്ന ഇമേജ് ഐ എന്ന് പറയുന്ന ഒ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഐ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായി? യെസ്, അത് ഒരു ഇമേജ് ഫോം ചെയ്തു. അപ്പം പോളിൽ നിന്നും ഈ ഐ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ടേംസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത്. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് അറിയാവോ? നമുക്ക് കുറച്ച് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇതിന് ആൽഫ എന്ന് വിളിക്കുവാണ്, ഇതിനെ ഞാൻ ബീറ്റ എന്ന് വിളിക്കുവാണ്, ആൻഡ് ഇതിനെ ഞാൻ എന്താ വിളിക്കുന്നത്? ഗാമ എന്നും വിളിക്കുവാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അറിയേണ്ടത് ടാൻ ആൽഫ, ടാൻ ബീറ്റ, ടാൻ ഗാമ. ഓക്കെ, അത് തന്നെയാണ് എക്സാക്ട്ലി ഇവിടെ ആംഗിൾ എൻ ഒ എം. ഓക്കെ, അതാണ് നമ്മുടെ ആൽഫ. എൻ സി എം. ഓക്കെ, എൻ സി എം. ഓക്കെ, ഈ ആംഗിൾ ബീറ്റ. ദെൻ എൻ ഐ എം. ഓക്കെ, അതാണ് നമ്മുടെ ഗാമ എന്ന് പറയുന്ന ആംഗിൾ. ആൻഡ് ഓൾസോ നമുക്കൊരു റിലേഷൻ അറിയാം, അതായത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. ഓക്കെ, അതായത് തീറ്റന്റെ വാല്യൂ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ബൈ തീറ്റ വിൽ ബി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എന്ത് എഴുതാൻ പറ്റും? തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണ്, ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു റിലേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഈ ടാൻ ആൽഫ എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ആൽഫ എന്ന് പറഞ്ഞെടുക്കാം. അതായത് ആംഗിൾ എൻ ഒ എം എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ബീറ്റ എന്ന് തന്നെ പറഞ്ഞെടുക്കാം, ഇതിനെ നമുക്ക് ഗാമ എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? എനിക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് ആംഗിൾ, അതുപോലെ ഇതാണ് എൻ്റെ റിഫ്രാക്റ്റഡ് റേ അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു പോയിന്റിൽ സ്ഫെറിക്കൽ സർഫസിൽ വന്ന് റേ വന്നു, അതിനുശേഷം മീഡിയം ചേഞ്ച് ചെയ്യുവാണ് അല്ലേ. ആ മീഡിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയാ പോകേണ്ടത്. റിഫ്രാക്ഷൻ നടന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈനിലല്ലേ ഇത് പോകേണ്ടത്. പകരം അതെന്താ ചെയ്യുന്നത്? യെസ്, ബെൻഡ് ചെയ്തു പോയി. അപ്പം ആ ബെൻഡ് ചെയ്ത അല്ലെങ്കിൽ ആ റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ക്ലിയർ അല്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ. ഓക്കെ, സോ എനിക്ക് ഐയും ആറും ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും ടേംസിൽ എനിക്ക് കിട്ടണം. അപ്പൊ നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ടടാ. അതായത് ഇതാണ് ഒരു ട്രയാങ്കിൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഈ രണ്ട് ഇന്റേണൽ ആംഗിൾസ്, ഓക്കെ, ഈ ആംഗിൾ എയും ഈ ആംഗിൾ ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ഫാർ അവേ കിടക്കുന്ന എക്സ്റ്റേണൽ ആംഗിൾ എത്രയായിരിക്കും? എ പ്ലസ് ബി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്, അതായത് എൻ ഒ സി. ഓക്കെ, ട്രയാങ്കിൾ എൻ ഒ സി ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെ ട്രയാങ്കിൾ എൻ ഒ സി ഞാൻ കൺസിഡർ ചെയ്യുമ്പം എനിക്കറിയാം ആൽഫയും ബീറ്റയും ഉണ്ട് അല്ലെ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ഈ ആംഗിളിനെ എനിക്ക് എന്തായിട്ടാണ് എഴുതാൻ പറ്റുക? നോക്കിക്കേ, therefore I is equal to, ഓക്കെ, ഈ ഇൻസിഡന്റ് ആംഗിളിനെ എനിക്ക് ഇതിന്റെ രണ്ടിന്റെയും സം ആയിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ലേ? അല്ലെ, ഇത് ഫാർ അവേ കിടക്കുന്ന രണ്ട് ആംഗിൾസ് ആണ്. അപ്പം ഈ രണ്ട് ആംഗിൾസിന്റെയും സം ആയിരിക്കും ഐ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഐ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞപ്പം അത് എന്താണെന്ന് പറഞ്ഞില്ലല്ലേ. യെസ്, ടാൻ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ. അപ്പം ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന ആരാണ്? എൻ എം ആണ്. ഓക്കെ, എൻ എം ആണ്. ദെൻ അടുത്തത് നമുക്ക് അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒ എം ആണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടാൻ ആൽഫ എടുക്കുമ്പോഴാണെങ്കിലും ടാൻ ബീറ്റ എടുക്കുമ്പോഴാണെങ്കിലും ടാൻ ഗാമ എടുക്കുമ്പോഴും ഇവിടെ കോമൺ ആയിട്ട് ഈ എൻ എം എന്ന് പറയുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എം എൻ അല്ലെങ്കിൽ എൻ എം എന്ന് പറഞ്ഞ നമ്മൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇത് മൂന്നെണ്ണത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മൂന്നെണ്ണത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ട്രയാങ്കിൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലെ? ട്രയാങ്കിൾ എങ്ങനെ ചൂസ് ചെയ്യേണ്ടത്? എൻ എം 3 കേസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിൽ വെക്കുക. ഈസി ആയിട്ട് ഈ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടാൻ ആൽഫ കണ്ടുപിടിക്കുമ്പോൾ വരുന്ന ട്രയാങ്കിൾ ഏതാണ്? ഒ എൻ എം ആണ്. ഓക്കെ, ട്രയാങ്കിൾ ഒ എൻ എം. ഇനി അടുത്തത് ബീറ്റ കണ്ടുപിടിക്കുമ്പോഴോ ട്രയാങ്കിൾ എൻ സി എം ആയിരിക്കും. ആൻഡ് ഓൾസോ ഗാമയ്ക്കാണെങ്കിലോ എൻ ഐ എം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ എല്ലാത്തിലും ഈ 3 ട്രയാങ്കിളിലും കോമൺ ആയിട്ടൊരു സൈഡ് വരുന്നുണ്ട്, ഏതാണ്? എൻ എം ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് കിട്ടി ഓപ്പോസിറ്റ് സൈഡ് എൻ എം ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് നമ്മുടെ ഒ എം. ഒ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് യു അല്ലേ. അപ്പം എം എൻ ബൈ യു. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ?
യെസ്. ഇനി അടുത്തത് ടാൻ ബീറ്റ കണ്ടുപിടിക്കുവാണ്. ടാൻ ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അഗൈൻ എം എൻ ഡിവൈഡഡ് ബൈ അതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ദാറ്റ് ഇസ് സി എം ആണ് അല്ലെ, അല്ലെങ്കിൽ എം സി ആണ്. അങ്ങനെയാണെങ്കിൽ എം എൻ ഡിവൈഡഡ് ബൈ സി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരെന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി അടുത്തത് നമ്മൾ ടാൻ ഗാമ കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് അഗൈൻ എം എൻ ആണ്, സംശയമില്ല. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എം ഐ ആണ്. ആ എം ഐ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് തൊട്ട് പോൾ മുതൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഐ ഇസ് ഈക്വൽ ടു കിട്ടി, അതായത് നമ്മുടെ ഇൻസിഡന്റ് ആംഗിളിന് ആൽഫയുടെയും ബീറ്റയുടെയും ടേമിൽ നമുക്ക് കിട്ടി അല്ലെ. ഐ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു, ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എം എൻ ബൈ യു. ഓക്കെ, പ്ലസ് ബീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എം എൻ ബൈ ആർ. ക്ലിയർ ആയില്ലോ? ക്ലിയർ ആയില്ലോ? യെസ്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ആറ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ആറ് കണ്ടുപിടിക്കണം. എനിക്ക് റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമ്മുടെ ഈ ആർ പ്ലസ് ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് എഴുതി കൂടെ. സെയിം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ, രണ്ട് ഇന്റേണൽ ആംഗിൾസ്, അതാണ് ആറും ഗാമയും. അതെന്തായിരിക്കും? അവിടെ നിന്ന് ഫാർ അവേ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആംഗിളിന് എന്തായിരിക്കും? അതിന്റെ സം ആയിരിക്കും ഈ എക്സ്റ്റേണൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ എന്നുള്ള ഒരു റിലേഷനും കിട്ടി. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. ബീറ്റ ആണെങ്കിൽ എന്താണ്? എം എൻ ബൈ ആർ ആണ്, പ്ലസ് മൈനസ് ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എം എൻ ബൈ നമ്മുടെ വി ആണോ, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എവിടേക്കാണ് വരുന്നത്? ഇനി നമ്മൾ വരാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് കിട്ടി എന്താണ് നമ്മുടെ ഐ എന്താണ്, ആർ എന്താണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ നേരെ സ്നെൽസ് ലോയിലോട്ട് വരാം. സ്നെൽസ് ലോ എന്തായിരുന്നു? സൈൻ ഐ ബൈ സൈൻ ആർ അല്ലെ, സൈൻ ഐ ബൈ സൈൻ ആർ വിച്ച് ഇസ് ഈക്വൽ ടു n2 ബൈ n1 ആണ്. ഐക്ക് നമുക്ക് കിട്ടി. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരുന്നു? ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എം ബൈ യു പ്ലസ് എൻ എം ബൈ ആർ ആണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എം എൻ ബൈ ആർ മൈനസ് എം എൻ ബൈ വി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു n2 ബൈ n1 എന്ന് കൊടുക്കാം. അതായത് ഇവിടെ ഐക്കും ആറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ ടാൻ തീറ്റയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ സൈൻ തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്ത് തീറ്റ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഐ ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു n2 ബൈ n1 ആണ്. ദാറ്റ് മീൻസ് n1 ഐ വിച്ച് ഇസ് ഈക്വൽ ടു n2 ആർ. ഇനി ഇവിടെ ഐക്കും ആറിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? ആ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഐക്ക് നമ്മൾ കൊടുക്കും nmu പ്ലസ് nm ബൈ യു പ്ലസ് എം എൻ ബൈ ആർ. ആൻഡ് നമ്മുടെ ആറിന് റിഫ്രാക്റ്റിംഗ് ആംഗിൾ നമ്മൾ എന്ത് കൊടുക്കും? എം എൻ ബൈ ആർ മൈനസ് എം എൻ ബൈ വി. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് n1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nm ബൈ യു പ്ലസ് എം എൻ ബൈ ആർ. ഓക്കെ, ദെൻ അടുത്ത എന്തായിരുന്നു? വിച്ച് ഇസ് ഈക്വൽ ടു n2 ഇൻറ്റു ആർ. അഗെയിൻ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എം എൻ ബൈ ആർ മൈനസ് എം എൻ ബൈ വി. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കിക്കേടാ, എൻ എം എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇതെന്തായി? ഇതെങ്ങനെയാവും? n1 ഇൻറ്റു 1 ബൈ യു പ്ലസ് 1 ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു n2 ഇൻറ്റു 1 ബൈ ആർ മൈനസ് 1 ബൈ വി. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? യെസ്, ഞാൻ ഇതിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെ കുറെ എന്താ പറയുക, കുറെ സ്റ്റെപ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ NCERT-യിൽ. അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ n1 ബൈ യു പ്ലസ് n1 by r which is equal to n2 by r minus n2 by v. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, n1 ഡിവൈഡഡ് ബൈ യുവിനെയും അതുപോലെ തന്നെ യെസ് നമ്മുടെ വിന്റെ ടേമിലും ഞാൻ ഒരുമിച്ച് കൊണ്ടുവരുവാണ്. ദെൻ ഇവിടെ ആറിന്റെ ടേംസ് കോമൺ ആയിട്ട് വരും. അതായത് n2 മൈനസ് n1 ബൈ ആർ എന്നുള്ളൊരു ടേം ഇപ്പുറത്തും വരും. അങ്ങനെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഏറെക്കുറെ എനിക്ക് ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? n1 ബൈ യു മൈനസ് n2 ബൈ വി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളൊരു ടേം എനിക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഗീവ്സ് us the relation between object and image distance. Okay, object and image distance in terms of refractive index of the medium and the radius of curvature of the curved spherical sphere. It holds for a curved spherical surface.
ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. അതായത് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ആൻഡ് ഓൾസോ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റേഡിയസ് ഓഫ് കർവേച്ചറും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഇസ് n2/v minus n1/u which is equal to n2 minus n1 divided by r എന്ന് വരും. ഓക്കെ, ഈ കേസ് എപ്പോഴാണ്? ഈ കേസ് വരുന്നത് നമ്മൾ റയറർ ടു ഡെൻസർ. ഓക്കെ, ഇത് എയർ ആണ്. ഓക്കെ, ഇത് അതിനേക്കാട്ടിലും ഡെൻസിറ്റി ഉള്ള ഗ്ലാസ് ഓർ സംതിങ്. ഓക്കെ, സോ ഈ എയർ ടു ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയറർ ടു ഡെൻസർ ആണ്. ഇനി അതേസമയം ഡെൻസർ ടു റയറർ ആണ് നമ്മുടെ റേ ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഇവിടെ n2 കിടക്കുന്നിടത്തൊക്കെ ആരാവും? n1 ആവും. ഓക്കെ, n1/v minus n2/u which is equal to n1 minus n2 divided by r. ഓക്കെ, ഡെൻസർ ടു റയറർ, ഇതെന്താണ്? റയറർ ടു ഡെൻസർ വരുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഡെൻസർ ടു റയറർ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയോടാ? യെസ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇട്ടു. ഞാൻ ആൽഫയും ബീറ്റയും ഗാമയൊക്കെ പറഞ്ഞത് നമ്മളിങ്ങനെ ആംഗിൾ NOM അല്ലെങ്കിൽ ആംഗിൾ NIM എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഈസി ആൻഡ് കൺവീനിയന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഇട്ടത്. സോ നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ട് വൃത്തിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആൽഫ ഇതാണ്, ബീറ്റ ഇതാണ്, ഗാമ ഇതാണെന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇപ്പം NIO എന്ന് പറയുന്ന ആംഗിൾ ആണ് ആൽഫ എങ്കിൽ അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് താഴെ എഴുതി വെക്കുക. ഓക്കെ, ഫിഗറിൽ പ്രോപ്പർ അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വെക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇവിടെ ആണെങ്കിൽ ഇതിന് ഞാൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ NOP. ഓക്കെ, NOP അതാണ് എൻ്റെ ആൽഫ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് എഴുതരുത് കേട്ടോ. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു ഡെറിവേഷനിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കേട്ടല്ലോ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തിലോട്ട് പോവാണ്. അടുത്ത എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സ് ഇൻ എയർ ഫോൾസ് എ സ്ഫെറിക്കൽ ഗ്ലാസ് സർഫസ് n is equal to 1.5 and radius of curvature 20 cm. n നമുക്ക് തന്നിട്ടുണ്ട് 1.5 എന്ന്, r ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 cm. The distance of the light source from the glass surface is, okay, ലൈറ്റ് സോഴ്സും ഗ്ലാസ് സർഫസും, അതായത് നമ്മുടെ u ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 100 cm. At what position the image is formed? നമുക്ക് കിട്ടേണ്ടത് v ആണ്. ഓക്കെ, v ന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വാല്യൂസ് എടുക്കുന്ന സമയത്ത് പോസിറ്റീവ്, അതായത് സൈൻ കൺവെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ, ഓക്കെ, നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? n2/v minus n1/u which is equal to n2 minus n1 divided by r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ ഓരോ ടേംസും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇവിടെ n2 എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലാസിന്റെ ആണ്, അല്ലെങ്കിൽ ആ സ്ഫെറിക്കൽ ഗ്ലാസ് സർഫസിന്റെ ആണ് n2, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഇനി എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സംശയമൊന്നും വേണ്ട, അറിയാത്തവർ ഇപ്പൊ പഠിച്ചു വെക്കുക. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? 1 ആണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ n2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1.5 കൊടുക്കാം. n1ന് പകരം നമുക്ക് 1 കൊടുക്കാം. ആൻഡ് ഓൾസോ ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 20 സെന്റിമീറ്റർ ആണ്. സോ ആ ഫിഗർ ആദ്യം മനസ്സിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഫിഗർ ആദ്യം കൊണ്ടുവരാം. നമ്മുടെ ലൈറ്റ് സോഴ്സ് വരുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ? സോ നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നത് ഇങ്ങനെയാണ് അല്ലെ? അപ്പം നമ്മൾ പോളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആറിന്റെ വാല്യൂ പോസിറ്റീവ് തന്നെ എടുക്കാം. ഇനി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒന്ന് നോക്കിയാൽ മക്കളെ, ഒബ്ജക്റ്റ് ഇവിടെയല്ലേ, ഈ പോയിന്റ് സോഴ്സ് ഇരിക്കുന്നത് ഇവിടെയല്ലേ, ലൈറ്റിന്റെ ഫ്ലോ ഇങ്ങോട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർ ചെയ്യുന്നത് നമ്മൾ പോളിൽ നിന്നായതുകൊണ്ട് ഇത് നെഗറ്റീവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യുവിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നമുക്കിപ്പം എല്ലാ വാല്യൂസും കിട്ടി. ഇവിടെ യുവിന്റെ വാല്യൂ 100 ആണ്, അപ്പം -100 ആയിരിക്കും വരിക. ആറിന്റെ വാല്യൂ +20 ആണ്. നമ്മൾ പറഞ്ഞ എന്തുകൊണ്ടാണ് പോസിറ്റീവ് വന്നത്? n1ഉം n2ഉം നമ്മൾ എഴുതി വെച്ചു. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. n2 എന്ന് പറയുമ്പോൾ 1.5 ഡിവൈഡഡ് ബൈ v മൈനസ് n1 എന്ന് പറഞ്ഞാൽ 1 ആണ്, u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -100 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ വരിക? 1.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എത്രയാ? 20 വരും. ഓക്കെ അല്ലേ? സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ 1.5 ഡിവൈഡഡ് ബൈ v plus 1/100 which is equal to 0.5 divided by 20 വരും. ഓക്കെ, ആൻഡ് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? v ന്റെ വാല്യൂ കിട്ടും. സോ 1.5 ഡിവൈഡഡ് ബൈ v which is equal to 0.5 divided by 20, then 20 minus 1/100 വരും. ആൻഡ് ഓൾസോ 1/v which is equal to എന്തായിരിക്കും? യെസ്, 0.15 divided by 20 minus 1/100 into 1/1.5 ആൻഡ് ഇതിന്റെ ഇൻവേഴ്സ് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? v ന്റെ വാല്യൂ കിട്ടും. ആൻഡ് ഇമേജ് ഫോം ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് 100 സെന്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് അത് ഈ ഭാഗത്ത് തന്നെയായിരിക്കും ഇമേജും ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് ദ ആൻസർ, 100 സെന്റിമീറ്റർ ഫ്രം ദി ഗ്ലാസ് സർഫസ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ക്ലിയർ? യെസ്. ഇനി അടുത്തത് റിഫ്രാക്ഷൻ ബൈ എ ലെൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ
9.16a. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമേജ് വരുന്നത്. ലെൻസ്. അപ്പോൾ ലെൻസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഓക്കെ കമ്പൈൻ ചെയ്യുവാണ്, അതായത് നമ്മൾ ജസ്റ്റ് ഓവർലാപ്പ് ചെയ്ത് വെക്കുവാണ്. അപ്പം ഈ ഓവർലാപ്ഡ് ആയിട്ട് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, രണ്ടിനും രണ്ട് റേഡിയസ് ആയിരിക്കും അല്ലേ, രണ്ട് സ്ഫിയറിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഡിയസ് ആയിരിക്കും. സോ ഇവിടുത്തെ R1 ആൻഡ് R2 ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർഫസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതിലോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. ദ ജോമെട്രി ഓഫ് ഇമേജ് ഫോർമേഷൻ ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇത് ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. ആൻഡ് യെസ്, ഡബിൾ കോൺകേവ് ലെൻസ് എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ ഡബിൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുള്ളത് എന്താണ്? ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മുടെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഇരിക്കുവാണ്. പോയിന്റ് ഒബ്ജക്റ്റ് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? യെസ്, അതിൽ നിന്ന് റേ വരുന്നു, അത് റിഫ്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ ഇമേജിനെ ഫോം ചെയ്യും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നോക്കിക്കേ, ദ ഇമേജ് ഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് 2 steps. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇമേജ് ഫോർമേഷൻ 2 സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് ദ ഫസ്റ്റ് റിഫ്രാക്ടിങ് സർഫസ്, അതായത് ഈ ഒരു സർഫസ് ഓക്കെ അല്ലേ, അതായത് ഈ ഒരു സ്ഫിയറിന്റെ ഈ ഒരു സ്ഫിയറിന്റെ ഭാഗം ഓക്കെ അല്ലേ, അതല്ലേ ഈ ഒരു സർഫസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റിഫ്രാക്ടിങ് സർഫസ് ഫോംസ് എൻ ഇമേജ് I1. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു I1 ഫോം ചെയ്യുകയാണ്. ഓക്കെ അല്ലേ, ഫസ്റ്റ് ഇമേജ് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് സർഫസ്. ഓക്കെ, ഫസ്റ്റ് സർഫസിൽ ഓക്കെ ഫസ്റ്റ് സർഫസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്. ഇത് ഞാൻ വരയ്ക്കുമ്പോൾ ഇത് നേരെയാണല്ലോ ആവുന്നത്. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സർഫസ്. ഓക്കെ അല്ലേ, അപ്പം ഫസ്റ്റ് സർഫസിൽ വരുമ്പം എന്തായിരിക്കും? ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ. അപ്പം റിഫ്രാക്ഷൻ സംഭവിച്ചു. ആ ഫസ്റ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ. ആൻഡ് രണ്ടാമത്തെ സർഫസ്, സെക്കൻഡ് സർഫസ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഈ ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഇത് എന്ത് ചെയ്തു? I1 എന്ന് പറയുന്ന ഇമേജ് ഫോം ചെയ്തു. ഇനി നമ്മുടെ ഈ സെക്കൻഡ് സർഫസ് ഉണ്ടല്ലോ, ഈ സെക്കൻഡ് സർഫസ് എന്തായിരിക്കും? യെസ്, ആ സെക്കൻഡ് സർഫസിന് ഈ I1 എന്ന് പറയുന്ന ഇമേജ് ഉണ്ടല്ലോ, ഈ I1 എന്ന് പറയുന്ന ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഇമാജിനറി ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. സോ I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് സർഫസിന് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ. ദെൻ അതെന്ത് ചെയ്യും? യെസ്, അവിടെ നിന്ന് റേ വരുന്ന പോലെ, ആ ഒബ്ജക്റ്റിൽ നിന്ന് റേ വരുന്ന പോലെ വരുന്നു. ദെൻ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ അല്ലേ. എന്നിട്ട് നമുക്ക് ഒറിജിനൽ ഇമേജ് I എന്ന് പറഞ്ഞ ഒരു ഇമേജ് നമുക്ക് ഫോം ചെയ്യുവാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നമ്മുടെ നേരത്തെ റിലേഷൻ എടുക്കുവാണ്. നേരത്തെ റിലേഷൻ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, റയറർ ടു ഡെൻസർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ N1/OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, പ്ലസ് N2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസിന്റെ ഇതാണ്. സോ ഡിവൈഡഡ് ബൈ BI1, അതാണ് ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്തത്. സോ BI1 വിച്ച് ഇസ് ഈക്വൽ ടു N2 - N1 ഡിവൈഡഡ് ബൈ BC1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യത്തെ ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ അല്ല, ആദ്യത്തെ സ്ഫിയറിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഓക്കെ, C1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സെക്കൻഡ് ഇന്റർഫേസിനെ കൺസിഡർ ചെയ്യുവാണെങ്കിലോ, അതായത് ഈ ഒരു സർഫസിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിലോ, കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ -N2 ഡിവൈഡഡ് ബൈ DI1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നമ്മുടെ ഫസ്റ്റ് കേസിൽ, അതായത് ഫസ്റ്റ് സർഫസ് ഉണ്ടാക്കിയ ഇമേജ് ഡിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, ദെൻ പ്ലസ് N1 ഡിവൈഡഡ് ബൈ DI വിച്ച് ഇസ് ഈക്വൽ ടു N2 - N1 ഡിവൈഡഡ് ബൈ DC2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, സെക്കൻഡ് സ്ഫിയറിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ആൻഡ് തിൻ ലെൻസസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്റ്റൻസ് BI1 എന്ന് പറയുന്നതും DI1 എന്ന് പറയുന്നതും സെയിം ആണ്. എന്തുകൊണ്ടാണ്? BI1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് ഇതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ആൻഡ് ഈ DI1 എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇതേ ഇമേജ് ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? DI1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഇതാക്കി ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. ഓക്കെ അല്ലേ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടും. ഓക്കെ, ആ റിലേഷൻ എന്തായിരിക്കും എടാ? യെസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയുക, തിൻ ലെൻസ് ഫോർമുലയായിട്ട് നമ്മൾ എടുക്കുന്ന റിലേഷൻ. ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ എടുക്കുമ്പം, ഓക്കെ, സൈൻ കൺവെൻഷൻ എടുക്കുമ്പം നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പം ആ ഡയറക്ഷനിലോട്ട് നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടി വരും നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്ന എല്ലാ ഡിസ്റ്റൻസുകളും, അതായത് ലൈക്ക് ഇപ്പം നമ്മുടെ BC1 ആയിക്കോട്ടെ, എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഈ ഡയറക്ഷനിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ലൈക്ക് നമ്മുടെ RC2, ഓക്കെ, സോറി DC2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R2 രണ്ടാമത്തെ സ്ഫിയറിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതെന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ സൈൻ കൺവെൻഷനും നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് 1/f
വിച്ച് ഇസ് ഈക്വൽ ടു n21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n2/n1. ഇനിയിപ്പം എയർ ആണ് സർഫസ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ വാല്യൂ 1 അല്ലേ വരിക. സോ നമുക്ക് n-1 എന്ന് എഴുതി കഴിഞ്ഞാലും തെറ്റില്ല. ഓക്കെ, അത് എയർ ആണെങ്കിൽ, എയർ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ മാറും. ഇൻറ്റു 1/r1 മൈനസ് 1/r2. 1/r1 1/r2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സർഫസിന്റെ സ്ഫിയറിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ഇത് സെക്കൻഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. സോ ദിസ് ഇസ് നോൺ ആസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, എന്തുകൊണ്ടാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വന്നത്? യെസ്, നമുക്കറിയാം ഈ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കിപ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് അല്ലെ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ പവർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ. അപ്പം എങ്ങനെയാണ് ആ പവർ കണ്ടെത്തുക? ഓക്കെ, എങ്ങനെയാണ് ആ പവർ ഉള്ള ഒരു ലെൻസ് ഫോം ചെയ്യുക? ആ ലെൻസ് ഫോം ചെയ്യാനായിട്ടാണെങ്കിൽ ആ ലെൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റിലേഷൻ ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ. സോ അതുകൊണ്ടാണ് ഇതിന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന ഇക്വേഷൻ വന്നത്. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് ഇതിന് പേര് വിളിച്ചത്. ആൻഡ് യെസ്, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം പവർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എവിടെയും സ്പെസിഫൈ ചെയ്തില്ലല്ലോ. പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/f ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുലേന്റെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 9.23 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ തിൻ ലെൻസ് ഫോർമുല എന്ന് പറയുന്നത്. സോ ആ തിൻ ലെൻസ് ഫോർമുല നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് യൂസ്ഫുൾ ടു ഡിസൈൻ ലെൻസസ് ഓഫ് ഡിസൈർഡ് ഫോക്കൽ ലെങ്ത് യൂസിംഗ് സർഫസ് ഓഫ് സ്യൂട്ടബിൾ റേഡിയസ് ഓഫ് കർവേച്ചർ. നോട്ട് ദാറ്റ് ദ ഫോർമുല ഇസ് ട്രൂ ഫോർ എ കോൺകേവ് ലെൻസ് ഓൾസോ. ഇപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഇത് കോൺകേവ് ആണെന്നുണ്ടെങ്കിലും എന്താണ്, സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇൻ ദാറ്റ് കേസ് R1 അല്ലെ, ഇത് വരുമ്പം R1 എന്ന് പറയുന്നത് നെഗറ്റീവും അതുപോലെ തന്നെ R2 എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് 9.19ഉം 9.20ഉം, ഓക്കെ, 9.19ഉം ഇത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഇക്വേഷൻ എന്ത് മനസ്സിലാവും? യെസ്, ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു റിലേഷനിലോട്ട് വരും. ആൻഡ് ഇതിൽ n1 എല്ലാം ക്യാൻസൽ ആയി പോകും. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, DI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, ആൻഡ് നമ്മുടെ F. സോ ദിസ് ഇസ് ദ തിൻ ലെൻസ് ഫോർമുല. ഓക്കെ, തിൻ ലെൻസ് ഫോർമുല. ക്ലിയർ ആയില്ലോടാ? യെസ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഇക്വേഷൻ 9.23 is familiar thin lens formula. Through we derived for a real image formed by a convex lens. The formula is valid for both convex and concave. നമ്മൾ പറഞ്ഞു. It is worth mentioning that the two foci f and f dash of a double convex lens or concave lens are equidistant from the optical center. അതായത് നമ്മൾ പറഞ്ഞു ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഫോക്കസ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 ഫോക്കസ് ഉണ്ടായിരിക്കും. ആ രണ്ടും എന്തായിരിക്കും? നമ്മുടെ ഈ ഒപ്റ്റിക്കൽ സെന്റർ ഉണ്ടല്ലോ, ലെൻസിന് നമ്മൾ നേരത്തെ നമ്മൾ മിററിന്റെ പറഞ്ഞപ്പോൾ നമ്മൾ പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? ഒപ്റ്റിക്കൽ സെന്റർ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഒപ്റ്റിക്കൽ ആക്സിസ് ആയിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ ആക്സിസ് ആയിരിക്കും. ആൻഡ് അതിന് 2 ഫോക്കസ് ആണുള്ളത്. ആ 2 ഫോക്കസും എന്തായിരിക്കും? ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതിലെ നമ്മുടെ ഫോക്കസ് ഓൺ ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സോഴ്സ് ഇരിക്കുന്ന ആ ഭാഗത്ത് വരുന്ന ഫോക്കസിനെ നമ്മൾ ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് എന്ന് വിളിക്കും. ആൻഡ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡ് ഫോക്കൽ പോയിന്റ് എന്ന് വിളിക്കും. Okay, yes. You need to find the image of an object by lens. We can, in principle, take any two rays emanating from a point on an object, trace their path using the laws of refraction, and find the point where the refracted rays meet. In practice, however, it is convenient to choose any two of the following. Okay, so ഇവിടെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു റേ, ഓക്കെ, നേരത്തെ നമ്മൾ മിററിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു റേ വരുവാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു റേ വരുവാണെന്ന് വിചാരിക്കും. A ray emanating from the object parallel to the principal axis of the lens after refraction passes through the second principal focus. Okay, after refraction അത് എന്ത് ചെയ്യും? ഈ രണ്ടാമത്തെ ഫോക്കസ് പോയിന്റിലൂടെ അത് പാസ് ചെയ്യും. ഓക്കെ അല്ലേ? അതായത് ഒബ്ജക്റ്റ് വരുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്. അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് ഏതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക? യെസ്, നമ്മുടെ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം നേരെ തിരിച്ചത്. ഇപ്പോൾ കോൺകേവിന്റെ കേസ് പറയുന്നു, കോൺവെക്സിൽ ആണെന്നുണ്ടെങ്കിലോ അവിടെ നിന്നും വരുന്ന പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ട് ചെയ്ത് ഇത് ഫോക്കസ് പോയിന്റിലൂടെ പോകുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനെ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്നും ഡൈവേർജ് ചെയ്ത് വരുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക.
ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് എന്താ പറയുന്നത്, റേ ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ലെൻസ് എമേജസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ ആഫ്റ്റർ. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ എന്താ പറയുക പോളിലൂടെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അതായത് വിത്തൗട്ട് ഡീവിയേഷൻ അത് എന്ത് ചെയ്യും? യെസ്, ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, അതായത് ഒപ്റ്റിക്കൽ സെന്ററിലൂടെയാണ് അത് പാസ് ചെയ്യുന്നതെങ്കിൽ വിത്തൗട്ട് ഡീവിയേഷൻ അതിങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി അടുത്തത്, എ റേ ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് അത് പാസ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് ലെറ്റ്സ് ഈ ഫോക്കസിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അത് റിഫ്രാക്ട് ചെയ്ത് എങ്ങനെയാ പോവുക? യെസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഇനി എ റേ ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ് അപ്പിയർ ടു മീറ്റ് ദ പ്രിൻസിപ്പൽ ആക്സിസ് അറ്റ് എ സെക്കൻഡ് ഫോക്കൽ പോയിന്റ് ഇമേജസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ ദി റിഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് എന്താ പറയുന്നത്? യെസ്, നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ് പറയുന്നത്. സോ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഇവിടെ എങ്ങനെയായിരിക്കും? യെസ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഇവിടുത്തെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്, വി മൈനസ് യു ആണ് വരെ, അവിടെ മൈനസ് ഉണ്ടാവത്തില്ല കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താണ്? എച്ച് ഐ ബൈ എച്ച് ഒ വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ യു. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ഓൾസോ എച്ച് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. എച്ച് ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. Okay, yes, when we apply sign convention we see that for erect or virtual image formed by a convex or concave lens m is positive. Okay, ഒരു വിർച്വൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വിർച്വൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ആൻഡ് വൈൽ ഫോർ എൻ ഇൻവേർട്ടഡ് റിയൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തതിലോട്ട് പോവാം. ലെൻസ്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ലെൻസ് ഫോർമുല നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ തിൻ ലെൻസ് ഫോർമുലയും മാഗ്നിഫിക്കേഷൻ ഇക്വേഷനും നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? യെസ്. Magician during a show makes a glass lens with n is equal to 1.47 disappear in a trough of liquid. What is the refractive index of the liquid? Could the liquid be water? Okay, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഇവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, n is equal to 1.47. സോ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? 1.47 ആയിരിക്കണം ഇൻ ഓർഡർ ടു മേക്ക് എ ലെൻസ് ഡിസപ്പിയർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് n1 is equal to n2 അല്ലേ? n1 is equal to n2 അല്ലേ? ആൻഡ് ഓൾസോ ദിസ് ഗീവ്സ്, നമുക്ക് മനസ്സിലാക്കാം 1/f എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അല്ലെങ്കിൽ നമുക്ക് പറയാം f എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? എ മജീഷ്യൻ ഡ്യൂറിംഗ് എ ഷോ മേക്സ് എ ഗ്ലാസ് ലെൻസ് വിത്ത് n is equal to 1.45. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4 ആണ്. അത് ഡിസപ്പിയർ ആവുകയാണ്. ഓക്കെ, ഡിസപ്പിയർ ആവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലിക്വിഡ്, അത് എന്ത് ലിക്വിഡ് ആയിരിക്കും? ആ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഡിസപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടും സെയിം ആയിരിക്കും. സോ n1 is equal to n2 വന്നിട്ടുണ്ടെങ്കിൽ 1/f ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾസോ പറയാം എന്താണ്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി ആണ്. ദ ലെൻസ് ഇൻ ദ ലിക്വിഡ് വിൽ ആക്ട് ലൈക്ക് എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ഗ്ലാസ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലിക്വിഡ് എന്തിനെ പോലെ ആക്ട് ചെയ്യും? ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ഗ്ലാസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഇത് വെള്ളമാണോ എന്നുള്ളതാണ് ചോദ്യം. വെള്ളമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വാല്യൂ ആയിരിക്കും അല്ല വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്. സോ ഇറ്റ് മേ ബി ഗ്ലിസറിൻ. ഓക്കെ അല്ലേ? മേ ബി ഗ്ലിസറിൻ. ഇനി അടുത്താണ് പവർ ഓഫ് ലെൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1/f ആണ് പവർ എന്ന് പറയുന്നത്. ആ പവർ നമുക്കറിയാം 1/മീറ്റർ അല്ലെ, അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ് വരിക. അതിന് നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ് 1 ഡയോപ്റ്റർ. ഓക്കെ, 1 ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 meter raised to -1 ആണ്. ദ പവർ ഓഫ് എ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് മീറ്റർ 1 meter is known as diopter. അപ്പൊ എന്താ ഡയോപ്റ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ദ യൂണിറ്റ് ഓഫ് power of the lens is known as the diopter. The power of a lens focal length 1 meter is known as okay alle. The power of a lens is positive for a converging lens and a negative for diverging lens. Okay, power positive ആയിരിക്കും for converging lens. Okay, and power negative ആയിരിക്കും for diverging lens. Okay alle? Yes. So അപ്പോൾ പവർ ഓഫ് ലെൻസ് പറഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് f is equal to 0. ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ എ ഗ്ലാസ് ലെൻസ്. വാട്ട് ഇസ് ദ പവർ ഓഫ് ദി ലെൻസ്? അഗെയിൻ സിമ്പിൾ 1/f ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടും +2 ഡയോപ്റ്റർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് 1/f 1/0.5. ഓക്കെ, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ഫേസസ് ഓഫ് ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 cm and 15 cm. ഓക്കെ, അതായത് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന് നമ്മൾ പറഞ്ഞു 2 ഫോക്കസ് ഉണ്ട്. അപ്പം ഒരു ഫോക്കസ്, ഫസ്റ്റ് ഫോക്കസ് 10 cm, സെക്കൻഡ് 15 cm ആണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഇറ്റ്സ്
ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കേട്ടോ പറഞ്ഞത്. ആൻഡ് ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് ആണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫോക്കസ് നമുക്കറിയാം രണ്ടും സെയിം ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ. അതായത് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ്, രണ്ട് സൈഡിലോട്ടുള്ള ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഈക്വൽ ആണ്. ആൻഡ് ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ആദ്യത്തെ 10 സെന്റിമീറ്ററും രണ്ടാമത്തെ 15 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്താണ്? ദിസ് ഇസ് 12 ആൻഡ് ദിസ് ഇസ് ഓൾസോ 12. ഓക്കെ, യെസ്, നമ്മുടെ ചോദിച്ചുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അഗെയിൻ നമ്മുടെ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ. യെസ്, നമ്മൾ പറഞ്ഞ നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സ്ഫിയർ നമ്മൾ പറഞ്ഞപ്പം, സ്ഫെറിക്കൽ സർഫസ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ് N2/V, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു N2 - N1/R ഇൻറ്റു, അല്ലെങ്കിൽ നമുക്ക് 1/F ഇസ് ഈക്വൽ ടു, ഓക്കെ, 1/F ഇസ് ഈക്വൽ ടു N-1 1/R1 - 1/R2 ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൽ നമുക്ക് N-ന്റെ വാല്യൂ ആണ് വേണ്ടത്, ബാക്കി F-ന്റെ വാല്യൂ അറിയാം, R1-ന്റെ വാല്യൂ അറിയാം, R2-ന്റെ വാല്യൂ അറിയാം. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിട്ടും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ R1 പോസിറ്റീവ് ആണെങ്കിൽ R2 നെഗറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും N is equal to 1.5 എന്നുള്ള ഇത് കിട്ടും. ഓക്കെ അല്ലേ. അടുത്തത്, കോൺവെക്സ് ലെൻസ് ഹാസ് 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഇൻ എയർ. ഓക്കെ, 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എയറിൽ 20 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഗെയിൻ നമ്മൾ സെയിം ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സെയിം ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഗ്ലാസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എയർ ടു വാട്ടറും എയർ ടു ഗ്ലാസും നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യം മാത്രമേ ഉള്ളൂ. N2-ന്റെ വാല്യൂ 1.5 ആണ്. ഓക്കെ, അതുപോലെ തന്നെ N1-ന്റെ വാല്യൂ 1.33, സോറി N1 നമുക്ക് എയർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് 1 കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഫോക്കൽ ലെങ്ത് നമുക്ക് 20 സെന്റിമീറ്റർ ഒന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് വരിക? യെസ്, നമ്മുടെ 1/F എന്ന് പറയുമ്പോൾ 20 വിച്ച് ഇസ് ഈക്വൽ ടു 0.5. ഓക്കെ, 0.5 എന്ന് പറയുമ്പോൾ എന്താണ്? N2 മൈനസ് അല്ലെങ്കിൽ N - 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/R1 - 1/R2. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഗ്ലാസ് ലെൻസ് ഇൻ വാട്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം നമ്മൾ ഗ്ലാസ് ലെൻസിന്റെ എയർ ആണ് നോക്കിയത്. ഇൻ വാട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ N2-ന്റെ വാല്യൂ എന്ത് വരും? N2-ന്റെ വാല്യൂ വാട്ടറിന്റെ ഡെൻസിറ്റി ആണ്, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വരുന്നത്. സോ ദാറ്റ് ഇസ് 1.5 ആൻഡ് N1 എന്ന് പറയുന്നത് 1.33 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F-ന്റെ വാല്യൂ. ഓക്കെ, F-ന്റെ വാല്യൂ നമുക്ക് 78.2 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോൺടാക്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ consider two lenses A and B of focal length f1 ആണ് and f2 placed in a contact with each other. Okay, ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f1 ഉം രണ്ടാമത്തതിന്റെ f2 ആണ്. Let the object be placed at a point O. Okay, ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ വെച്ചു. ഓക്കെ അല്ലേ, അത് ഫോക്കസിന് ഇപ്പുറത്തോട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, the first lens produce an image I1. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് A എന്ന് പറയുന്ന ലെൻസ് വഴി ഉണ്ടാകുന്ന ഒരു ഇമേജ് ആണ് I1 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. Since I1 is real, it serves as a virtual object for the second lens B. Okay, ഇനി എന്തായിരിക്കും? ഇതായിരിക്കും ഇതിന്റെ ഒബ്ജക്റ്റ്. അതായത് സെക്കൻഡ് ലെൻസ് ബീനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും I1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ആൻഡ് ദെൻ എന്താണ്, നമുക്ക് ഇത് ഒരു ഇമേജ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. റിയൽ ഇമേജ് നമുക്ക് I എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ അല്ലേ, ഫൈനൽ ഇമേജ് I ആയിട്ട് നമുക്ക് കിട്ടുന്നു. It must, however, be borne in mind that formation of image by the first lens is presumed only to facilitate determination of the position of the final image. In fact, the direction of rays emerging from the first lens gets modified in accordance with the angle at which they strike the second lens. Since the lenses are thin, we assume the optical centers of the lens to be coincident. Let this central point be denoted by P. Okay, അതായത് ഇവിടെ രണ്ട് ലെൻസ് ആയതുകൊണ്ട് ഇത് രണ്ടിന്റെയും ഒപ്റ്റിക്കൽ സെന്റർ ആയിട്ട് നമ്മൾ P എന്ന് പറയുന്ന പോയിന്റിനെ കൺസിഡർ ചെയ്യുവാണ്. ഇനി നമ്മൾ നോക്കാം ഫസ്റ്റ്, അതായത് നമ്മുടെ ലെൻസ് A ഉണ്ടാക്കിയ ഇമേജ് ആണ് I1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിൻ ലെൻസ് ഫോർമുല ആ ഒരു പെർട്ടിക്കുലർ ലെൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. തിൻ ലെൻസ് ഫോർമുല എന്തായിരുന്നു? 1/V - 1/U which is equal to 1/F ആണ്. സോ ഇവിടെ F എന്ന് പറയുമ്പോൾ അത് F1 ആണ്. ആൻഡ് U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് U ആണ്. ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു ഇത് V' അല്ലെങ്കിൽ V1 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ V1 ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ ഇമേജ് ഫോം ചെയ്തത് നമ്മൾ ഇമാജിനറി പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ആദ്യം ഇവിടെ
ഉണ്ടായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ആ ഡിസ്റ്റൻസിന് V1 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ബി ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും യുവിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വരിക, V1 ആണ് വരിക അല്ലെ. ഇതാണ് ഇനി സെക്കൻഡ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം, ബീനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇമേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ I1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് V1 ആയിരിക്കും ആൻഡ് ഓൾസോ നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് V ആയിരിക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഫോക്കസ് ലെങ്ത് ഇതിന്റെ F2 ആണ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 1/V minus 1/U which is equal to 1/F1 plus 1/F2. കാരണം നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതിക്കാൻ 1/V1 minus 1/U plus 1/V minus 1/V1 which is equal to 1/F1 plus 1/F2. ഓക്കെ, അതിൽ ഈ 1/V1 പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, അത് ക്യാൻസൽ ആയിപ്പോയി. സോ 1/V minus 1/U which is equal to 1/F1 plus 1/F2. ക്ലിയർ അല്ലേടാ? യെസ്, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, 1/F1 plus 1/F2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? 1/F എന്ന് പറഞ്ഞ പവറാ. സോ നമുക്ക് പറയാം P1 plus P2. ക്ലിയർ ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് പറയുന്നത്, ഇഫ് ലെറ്റ്സ് സേ ഇനിയും നമുക്ക് എന്താ പറയാ ലെൻസസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ ഓരോന്നിന്റെയും ഫോക്കൽ ലെങ്ത് F1, F2, F3 കൺസിഡർ ഇങ്ങനെ പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/F which is equal to 1/F1 plus 1/F2 plus 1/F3 എക്സെട്ര എക്സെട്ര എത്ര ഉണ്ടോ അത്രയും. അതുപോലെ തന്നെയായിരിക്കും പവർ അല്ലെ, P is equal to P1 plus P2 plus P3 എക്സെട്ര എക്സെട്ര. പക്ഷേ മാഗ്നിഫിക്കേഷൻ മാത്രം പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അവിടെ രണ്ട് ലെൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് M1 ആണ്, ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് M2 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും, M1 into M2 ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമതൊരു ലെൻസ് ഉണ്ടെങ്കിൽ M3. ഓക്കെ, ഇനി എക്സെട്ര എക്സെട്ര എത്ര ഉണ്ടോ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? സോ കോമ്പിനേഷൻ ഓഫ് ലെൻസസിൽ നമ്മൾ പറഞ്ഞു ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 1/F equivalent which is equal to 1/F1 plus 1/F2 plus 1/F3 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇനി അതുപോലെ തന്നെ പവറിന്റെ ആണെങ്കിലോ ഇക്വാലന്റ് പവർ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും സം ആയിരിക്കും. ഓക്കെ, യെസ്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് കോമ്പിനേഷൻ ഇൻ ഗിവൺ ഫിഗർ 9.20. ഓക്കെ, സോ ഇവിടെ ഫോക്കൽ ലെങ്ത് നമുക്ക് +10ഉം -10ഉം ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ലെൻസുകൾ തമ്മിലുള്ള സെപ്പറേഷനും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ കോൺവെക്സ് ലെൻസും ഇതും തമ്മിലുള്ളത് 5 സെന്റിമീറ്റർ ആണ്, ദെൻ രണ്ടാമത്തത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇമേജ്, ഓക്കെ, ഫസ്റ്റത്തെ ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ്, ഓക്കെ അല്ലേ, സോറി, ഫസ്റ്റ് ലെൻസ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത് തിൻ ലെൻസ് ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കാൻ, ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ എന്തെടുക്കുവാണ്? V1 എന്ന് എടുക്കുവാണ്. ആൻഡ് ഒബ്ജക്റ്റിന്റെ ഇൻ ദ ബിഗിനിങ് ഉള്ള ഒബ്ജക്റ്റ്, അതായത് ഇപ്പം ഇരിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് U1 ആയിട്ടും എടുക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1/V minus 1/U which is equal to 1/F1 ആണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1/V1, ഓക്കെ, 1/V1 എന്ന് പറയാം നമുക്ക്, വിക്ക് പകരം -1/U1 ആണ്. സോ ഇവിടെ നിന്നല്ലേ നമ്മുടെ ലൈറ്റ് സോഴ്സ് വരുന്നത്. സോ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. സോ മൈനസ് ഇവിടെ യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 13. ഓക്കെ അല്ലേ? ആൻഡ് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 ആണ്. ക്ലിയർ? സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റത്തെ ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഡിസ്റ്റൻസ് V1 കിട്ടും. ഇനി ഈ ഇമേജ് അല്ലേ നമുക്ക് അടുത്ത സെക്കൻഡ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് കേസ്, അതായത് 1/V2 minus 1/U2 which is equal to 1/F ആണ് അല്ലെ, 1/F2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U2 എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചോ അതായിരിക്കും ഇവിടുത്തെ U2 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ഇവിടെ നമുക്ക് കിട്ടി V1 എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആയിട്ട് കിട്ടി. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദ ഇമേജ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് ലെൻസ് സെർവ്സ് ആസ് ദ ഒബ്ജക്ട് ഫോർ ദ ലെൻസ് ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 minus 5 ആണ്. ഓക്കെ, സോ ടോട്ടൽ 10 സെന്റിമീറ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ലെൻസിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കിയ ഇമേജ് ഇരിക്കുന്നത്. ക്ലിയർ ആയില്ലോ? സോ നമുക്ക് അഗെയിൻ നമ്മുടെ V2 കിട്ടുവാണ്. V2ന്റെ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുവാണ്? തേർഡ് ലെൻസിന്റെ കേസ് എടുക്കുവാണ്. ഓക്കെ, സോ ഇൻഫിനിറ്റിയിലാണെന്ന് പറയുമ്പോൾ വെർച്വൽ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി സെക്കൻഡ് ലെൻസ്. ദിസ് ആക്ട് ആൻ ഒബ്ജക്ട് ഫോർ ദ തേർഡ് ലെൻസ്. സോ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇപ്പം കിട്ടിയ ഇമേജ് ഡിസ്റ്റൻസ് ആയിരിക്കും അടുത്തതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. സോ നമ്മൾ അവിടുത്തെ U3 പറയുമ്പോൾ എന്താ കൊടുക്കുക? ഇൻഫിനിറ്റി ആണ് വാല്യൂ കൊടുക്കുക. ഓക്കെ അല്ലേ? ആൻഡ് ഫോക്കൽ ലെങ്ത്തും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 1/ഇൻഫിനിറ്റി നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V3 which is equal to 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 30 സെന്റിമീറ്റർ ആണ് നമ്മുടെ വാല്യൂ എന്ന് നമുക്ക് കിട്ടും.
ക്ലിയർ ആയോ? അടുത്താണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ ഉള്ളൊരു ടോപ്പിക് ആയിരുന്നു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ കാര്യമായിട്ട് നമുക്കൊന്നും ഭയങ്കര അതികഠിനമായിട്ട് പഠിക്കാനൊന്നുമില്ല, കാരണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കഥകളൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ആ റിഫ്രാക്ഷന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് വേണമെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫിഗർ 9.11. ഓക്കെ, അവിടെ നമ്മൾ നോക്കി കഴിയുമ്പം നമ്മൾ ഇൻസിഡന്റ് രണ്ട് മീഡിയംസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് മീഡിയം ആണ് റയറർ മീഡിയം, ഫസ്റ്റ് മീഡിയം ആണ് ഡെൻസർ മീഡിയം. അപ്പം ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുവാണ്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അത് നോർമലുമായിട്ട്, അതായത് സർഫസിന് നോർമലുമായിട്ട് അതൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അതാണ് അപ്പം ഇൻസിഡന്റ് റേ ആണ് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് ആംഗിൾ. സോ ഈ ഇൻസിഡന്റ് ആംഗിൾ മാറുന്നതിനനുസരിച്ചിട്ട് റിഫ്രാക്ടിങ് ആംഗിൾ മാറുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് കേസിൽ നോക്കിക്കാൻ ഇൻസിഡന്റ് ആംഗിൾ ചെറുതായിരുന്നു, റിഫ്രാക്ടിങ് ആംഗിൾ ഇതായിരുന്നു. ഇനി ഇൻസിഡന്റ് ആംഗിൾ ഒന്നും കൂടെ കൂട്ടിയപ്പോൾ റിഫ്രാക്ടിങ് ആംഗിൾ വീണ്ടും കൂടി, കുറച്ചും കൂടെ കൂട്ടിയപ്പോൾ എന്തായി, റിഫ്രാക്ടിങ് ആംഗിൾ കൂടി. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിൾ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിൾ എത്തിക്കഴിഞ്ഞപ്പം ഈ റിഫ്രാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സെപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് രണ്ട് മീഡിയത്തിന്റെ സെപ്പറേഷൻ ഉണ്ടല്ലോ, അതിലൂടെയാണ് റിഫ്രാക്ട് ചെയ്ത് റേ പോയത്. ക്ലിയർ ആയോ? അതായത് നമ്മൾ പറഞ്ഞു റിഫ്രാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ലെ? റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഇവിടെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിളില് ഈ റേ വെച്ച് കഴിഞ്ഞപ്പം അത് റിഫ്രാക്ട് ചെയ്തിട്ട് എങ്ങനെയാ പോയത്? എക്സാക്ട്ലി ഈ രണ്ട് മീഡിയത്തിന്റെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു പെർട്ടിക്കുലർ ലൈൻ, അതിലൂടെയാണ് റേ പാസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടല്ലോ, ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണ് ഇൻസിഡന്റ് ആംഗിൾ. ആൻഡ് ഓൾസോ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ ടു റയറർ മീഡിയം ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ സംഭവിക്കുക എന്താണ്? ഇത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുവാണ് ചെയ്യുക, റിഫ്രാക്ഷൻ അല്ല ചെയ്യുക, സെയിം മീഡിയത്തിലോട്ട് അത് റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഈ ലാസ്റ്റ് കേസിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണ് ഇൻസിഡന്റ് ആംഗിൾ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്തായി? യെസ്, ഇത് അതേ മീഡിയത്തിലോട്ട് തന്നെ റീബൗണ്ട് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കണം, ആൻഡ് ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത് ഓൾവേസ് ഡെൻസർ ടു റയറർ ആയിരിക്കണം. ക്ലിയർ ആയില്ലോ? ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഇൻക്രീസ്ഡ് ഫർദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടിയിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ ഇസ് നോട്ട് പോസിബിൾ. Okay, refraction alla nadakka, and the incident ray is totally reflected, and this phenomena is known as total internal reflection. Clear ayilla? Total internal reflection statement padichu vekka ട്ടോ. When lights gets reflected at by a surface, normally some fraction of it gets transmitted. The reflected ray therefore is always less intense than the incident ray. Howsoever smooth the reflecting surface may be, in total internal reflection on the other hand, no transmission of light takes place. Okay, ഇനി അടുത്തത് ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കറസ്പോണ്ടിങ് ടു ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. അതായത് എപ്പോഴാണോ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന്, ഓക്കെ, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് റിഫ്രാക്ടിങ് ആംഗിൾ എപ്പോഴാണോ, ഓക്കെ, റിഫ്രാക്ടിങ് ആംഗിൾ എപ്പോഴാണോ 90 ഡിഗ്രി ആകുന്നത്, ആ ഇൻസിഡന്റ് ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എപ്പോഴാണോ റിഫ്രാക്ടിങ് ആംഗിൾ 90 ആകുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസിഡന്റ് ആംഗിൾ. അതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ, ഓക്കെ, ഈ റിഫ്രാക്ടിങ് ആംഗിൾ 90 ഡിഗ്രി വരുന്ന ആ പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ അല്ലേ? And from Snell's law, the refractive index of the refracting medium is less than 1. Then, since the maximum value of sin r is unity, there is an upper limit to the value of sin I for which the law can be satisfied. That is, I is equal to IC, such that IC will be, അല്ലെങ്കിൽ sin IC will be equal to N2 by N1. Okay, refractive index in the ratio. ക്ലിയർ അല്ലേ? കാരണം എന്തുവാ, സൈൻ ആറിന്റെ വാല്യൂ സൈൻ 90 അല്ലേ, അത് 1 ആയിട്ട് പോയില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ ഐ ഇനി ആറിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മാക്സിമം പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 1 തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു N2 by N1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് ഓൾസോ നമുക്ക് പറയാൻ പറ്റും N12, ഓക്കെ, N12, ഓക്കെ, N12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 by N21 അല്ലെ, ഇതാണ് N21. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? N12 which is equal to 1 by sin IC. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, പഠിച്ചു വെക്കാം.
ഓക്കെ അല്ലേ? N12ഉം N21 തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. എക്സാക്ട്ലി ഇൻവേഴ്സ് ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾസും അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമുക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, കാരണം ക്വസ്റ്റ്യൻസ് ഇപ്പം നേരത്തെ നമ്മൾ ഗ്ലിസറിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ, അപ്പം അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പാരിസൺ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും 4 എണ്ണത്തിനെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. So all optical phenomena can be demonstrated very easily with the use of laser torch or pointer, okay, which is easily available nowadays. Okay, നിങ്ങളിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ട്യൂബ് എടുക്കുന്നു. ഓക്കെ, ആ ട്യൂബിലോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ലേസർ ബീമിന് ഇടുവാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഈ ലേസർ ബീമിന് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപ്ലിക്കേഷൻ വരുന്നത്. ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ നേച്ചർ ആൻഡ് ഇറ്റ്സ് ടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രിസം. ഓക്കെ, പ്രിസം ഡിസൈൻ ടു ബെൻഡ് ബൈ 90 degree or by 180 degree make use of total internal reflection. Such a prism is also used to invert images without changing their size. In the first two cases, the critical angle IC for the material of the prism must be less than 45 degree. Okay, so ഇവിടെ critical angle IC എന്ന് പറയുന്നത് for the material of prism, okay, എന്തായിരിക്കും? 45 ഡിഗ്രിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ അല്ലേ? See from table 9.1 that is true for both crown glass and dense flying glass. അതായത് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ക്രൗൺ ഗ്ലാസിനും അതുപോലെ തന്നെ ഡെൻസ് ഫ്ലൈങ് ഗ്ലാസിനും 45 ഡിഗ്രിനെക്കാട്ടിലും താഴെയാണ് വന്നത് അല്ലേ? സോ ഇതൊക്കെ എന്താണ്? പ്രിസം ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ. നൗഡേസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് അല്ലേ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാനും വീഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ, അതായത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ടു മേക്സ് യൂസ് ഓഫ് ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടി കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ഫാബ്രിക്കേറ്റഡ് വിത്ത് ഹൈ ക്വാളിറ്റി കമ്പോസിറ്റ് ഗ്ലാസ് ഓർ ക്വാർട്സ് fibers. Each fiber consists of a core and cladding. The refractive index of the material of the core is higher than that of the cladding. Okay, when a signal in the form of light is directed at one end of the fiber at a suitable angle, അതായത് ഒരു സിഗ്നൽ ഇതിന്റെ ഒരു എൻഡിൽ വരുവാണ്. ഓക്കെ, ഒരു സ്യൂട്ടബിൾ ആംഗിളിൽ വന്നു. ഇറ്റ് അണ്ടർഗോസ് റിപ്പീറ്റഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് അതേ മീഡിയത്തിലോട് തന്നെ ആ ഒരു സിഗ്നലിന്റെയും റിഫ്ലക്ട് ചെയ്ത് വരുവാണ്. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി കംസ് ഔട്ട് അറ്റ് ദി അതർ എൻഡ്. Okay, since light undergoes total internal reflection at each stage, there is no appreciable loss in intensity of light signal. Okay, അതായത് ഇതിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അത്രത്തോളം എനർജി ലോസ് ഒന്നും ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്ത് ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം എനർജി ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ഫാബ്രിക്കേറ്റഡ് സച്ച് ദാറ്റ് ലൈറ്റ് റിഫ്ലെക്റ്റഡ് അറ്റ് one end of the inner surface strikes the other at an angle larger than the critical angle. Even if it is a fiber bend, light can easily travel along its length. Thus an optical fiber can be used to act as an optical pipe. അതായത് ഇപ്പം നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കുറച്ചധികം, ഓക്കെ, നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. സോ ആ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിട്ട്, അത് ഓരോ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ആയിരിക്കും, അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നു. സോ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. ആൻഡ് അഗെയിൻ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കും. സോ ഇൻ ദ ബിഗിനിങ് ഒരു ലൈറ്റ് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യും? പുറത്തോട്ടും വരും. കാര്യമായിട്ടുള്ള എനർജി ലോസസ് ഒന്നും ഉണ്ടാവില്ല. Okay, so total internal reflection, angle of incidence for which of refraction becomes 90 degree. അതായത് എപ്പോഴാണോ റിഫ്രാക്റ്റിംഗ് ആംഗിൾ 90 ഡിഗ്രി ആകുന്നത് ആ ഇൻസിഡന്റ് ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് എന്താണ്? കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിന്റെ ഡെൻസർ ടു റയറർ മീഡിയം ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻസിഡന്റ് ആംഗിളിനെക്കാളും ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ഇൻസിഡന്റ് ആംഗിൾ. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു N2/N1 which is equal to sin IZ ആണ്, അല്ലെങ്കിൽ സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ സൈൻ നമ്മുടെ സൈൻ ഐ. ഓക്കെ, ഇൻസിഡന്റ് ആംഗിൾ. ഓക്കെ, ആംഗിൾ എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കും. മാക്സിമം വാല്യൂ നമുക്ക് പറയാം സൈൻ്റെ വരുന്നത് 1 ആണ്, യൂണിറ്റി ആണ് മാക്സിമം വാല്യൂ വരുന്നത്. ആൻഡ് ഓൾസോ നമുക്കറിയാം N2/N1 which is equal to N2/N1 ആണ് നമ്മുടെ N21 എന്ന് പറയുന്നത്. ആൻഡ് N1/N2 ആണ് N12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ N21ഉം N12ഉം തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്തതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താണ്? റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം.
സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം അല്ലേ? യെസ്. സോ നോക്കിക്കേ, ഇവിടെ നമ്മുടെ റേ വരുന്നു. ഓക്കെ, നമ്മുടെ ഇൻസിഡന്റ് റേ വരുന്നു. ഇൻസിഡന്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും? ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, സോ നമ്മുടെ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ടാണ് വരുന്നത് അല്ലേ? പ്രിസത്തിന്റെ രണ്ട് സർഫസിലൂടെയും എന്തെങ്കിലും റിഫ്രാക്ഷൻ നടക്കും. സോ ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കും. ആൻഡ് അഗെയിൻ ഇത് റിഫ്രാക്ട് ചെയ്തില്ലെങ്കിൽ ഇത് എങ്ങനെ പോയേനെ? ഇങ്ങനെ പോയേനായിരുന്നു അല്ലെ? ഇങ്ങനെ പോയേനായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ബെൻഡിങ് നടന്നു. ആ ബെൻഡിങ് നടന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത സർഫസിൽ എത്തിക്കഴിഞ്ഞപ്പം വീണ്ടും ഒരു റിഫ്രാക്ഷൻ നടക്കുവാണ് അല്ലെ? അടുത്ത സർഫസ് ഇവിടെയും മീഡിയം ചേഞ്ച് വരുവാണ്. ഇവിടെയും എന്ത് സംഭവിക്കും? ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, ഇവിടെ നിന്നും റിഫ്രാക്ട് ചെയ്തില്ല എങ്കിൽ ഇതെങ്ങനെ സഞ്ചരിക്കുമായിരുന്നു? യെസ്, നോക്കിക്കേ, സോറി, ഇത് റിഫ്രാക്ട് ചെയ്തു. ഓക്കെ, റിഫ്രാക്ട് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വന്നു. ഓക്കെ, ആ റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എമോർജൻ റേ. ഓക്കെ, എമോർജൻ റേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് നമ്മൾ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതെന്തിനാണെന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. സോ ഫാർ ഇൻസിഡന്റ് റേയും ഇൻസൈഡ് പ്രിസം രണ്ട്, അതായത് ഫസ്റ്റ് ഇവിടെ വന്ന് ഈ ഒരു സർഫസിൽ നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇൻസൈഡിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴും ഒരു റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ രണ്ട് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? രണ്ട് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇനി ലെറ്റ്സ് സേ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഇൻസിഡന്റ് റേ റിഫ്രാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതേ ലൈനിൽ ഇങ്ങനെ പോയേനായിരുന്നു അല്ലെ? സോ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് അവസാനം പുറത്തേക്ക് വന്നത്. നമ്മുടെ റേ വന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ആ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ എനിക്ക് ഒരു ആംഗിൾ കിട്ടി, ഡെൽറ്റ. ഓക്കെ അല്ലേ? അതാണ് ഞാൻ വിളിക്കുന്ന ഡീവിയേഷൻ. അതായത് റിഫ്രാക്ഷൻ സംഭവിച്ചതുകൊണ്ട് എത്രത്തോളം ഇത് ഡീവിയേറ്റ് ചെയ്തു പോയി എന്നുള്ളത് കാണിക്കുന്നതാണ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പറയാം ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞ എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അതായത് ഇതിന് റിഫ്രാക്ഷൻ സംഭവിക്കാതെ ഇത് നേരെ ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം ഡീവിയേഷൻ ഇപ്പം സംഭവിച്ചു. ക്ലിയർ? യെസ്. ഇനി അടുത്തത് കുറച്ച് രേഖകളും കൂടെ നമുക്ക് ഇവിടെ വരയ്ക്കാനുണ്ട്. ആ രേഖകൾ എന്താണെന്ന് നോക്കാം. സോ ഇപ്പൊ നമ്മളിത് ഇങ്ങനെ 2-3 ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി വേണ്ടത് നമുക്ക് നോർമൽ ആണ്. ഓക്കെ, അതായത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു, അതും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് ഈ സർഫസിന് AC എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു രേഖ വരച്ചു, അതും നമ്മൾ ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ക്ലിയർ അല്ലേ? ആൻഡ് ഓൾസോ നമ്മൾ ഈ ലൈനും നമ്മൾ ഓൾറെഡി വരച്ചതാണ്. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കാതിരുന്നെങ്കിൽ പോകേണ്ട പാത്ത്, ഇത് ഫൈനൽ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇത് വരുന്ന ഒരു ലൈൻ. ഓക്കെ, ഈ ലൈനിൽ നിന്നും വരുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും വരുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി ഞാൻ കുറച്ച് ആംഗിൾസ് ഞാൻ പറയാൻ പോവാണ്. നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇൻസിഡന്റ് ആംഗിൾ, സംശയമില്ലല്ലോ. ആൻഡ് ഓൾസോ നോർമലുമായിട്ട് റിഫ്രാക്ട് ചെയ്ത റേ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് റിഫ്രാക്ടിങ് ആംഗിൾ. ഇവിടെ രണ്ട് റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് ആദ്യത്തേന് ഞാൻ R1 എന്ന് കൊടുത്തു, രണ്ടാമത്തത് ഈ നോർമലുമായിട്ട് ഈ റിഫ്രാക്റ്റഡ് റേ ഉണ്ടാക്കിയ ആംഗിൾ R2 എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഈ നോർമലുമായിട്ട് എമർജിംഗ് റേ ഉണ്ടാക്കിയ ആംഗിളിനെയാണ് ഞാൻ പറയുന്നത് ആംഗിൾ ഓഫ് എമർജിംഗ്. ഓക്കെ, എമർജിംഗ് ആംഗിൾ ആയിട്ട് ഞാൻ പറയുന്നത്, അതിനെ ഞാൻ E എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലേടാ? ഇനി ഞാൻ ഒരു സംഭവം ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. നോക്കിക്കേ, AQNR എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് 4 വശങ്ങളുണ്ട് അല്ലെ? അപ്പം ഏതൊരു രൂപമാണെങ്കിലും 4 വശം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. ഏത് സൈസ് ആയിക്കോട്ടെ, ഓക്കെ, ഏത് ഷേപ്പ് ആയിക്കോട്ടെ, അതിന് 4 വശങ്ങളാണുള്ളതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ നോർമലി നമ്മൾ പ്രിസത്തിന്റെ ആംഗിൾ ആയിട്ട് പറയാം ഈ ആംഗിൾ ആണ്. ഓക്കെ അല്ലേ? സോ ആംഗിൾ ഞാൻ ആംഗിൾ A എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. പ്ലസ് നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള EN, അതായത് QNR എന്ന് പറയുന്ന ആംഗിളും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ക്ലിയർ ആയില്ലോടാ? 180 ഡിഗ്രി കിട്ടും. അതെന്റെ ഒന്നാമത്തെ ഒരു റിലേഷൻ ആയിട്ട് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറൊരു റിലേഷൻ അറിയാം. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലെ എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രയാങ്കിൾ QNR കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പം അവിടുത്തെ ആംഗിൾസ് എല്ലാം കൂട്ടി കഴിയുമ്പം എനിക്ക് എന്ത് കിട്ടും? QNRും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും 180 ഡിഗ്രി. സോ എനിക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ക്ലിയർ അല്ലേ? സോ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയും 180 ഡിഗ്രി, ഇവിടെയും 180 ഡിഗ്രി. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആകേണ്ടതല്ലേ? അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടൊരു QNR, ഇവിടെ ഉണ്ടൊരു QNR. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് R1 പ്ലസ് R2. അതായത് നമ്മുടെ റിഫ്രാക്ടിങ് ആംഗിളുകളുടെ സം ആണ് ആംഗിൾ A എന്ന് എനിക്ക് കിട്ടി.
ഓക്കെ അല്ലേ? അതാണ് എൻ്റെ ഫസ്റ്റത്തെ കണ്ടുപിടുത്തം കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ കണ്ടുപിടുത്തം അതാണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അടുത്തത് എനിക്ക് അറിയേണ്ടത് ഏതാണ്? ഡെൽറ്റ ആണ് എനിക്ക് അറിയേണ്ടത്, അല്ലെ നമ്മുടെ ഡീവിയേഷൻ ആണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ റിലേഷൻ കിട്ടി. ഞാനത് വായിക്കുവാണ് കേട്ടോ. ഓൾറെഡി നമുക്ക് NCERT നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് കിട്ടിയത്, R1 + R2 which is equal to ആംഗിൾ എ. ഇനി നമുക്ക് അറിയേണ്ടത് ഡീവിയേഷൻ ആണ് അറിയേണ്ടത്. ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ആംഗിൾ? നമുക്ക് ആദ്യം അതിനു മുമ്പ് ഈ ഒരു ആംഗിൾ, അതായത് ഇത് ഇൻസിഡന്റ് ആംഗിൾ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എത്രയായിരിക്കും? I തന്നെയായിരിക്കും അല്ലേ? അതുപോലെ ഈ ആംഗിൾ E ആണ്, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? ടോട്ടൽ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? E ആയിരിക്കും. സംശയമില്ലല്ലോ, ഇത് നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ നോക്കുവാണേ, അതായത് ഇൻസൈഡ് ഈ ഒരു സംഭവത്തില് ഇത് ടോട്ടൽ നമുക്കറിയാം E ആണ്. ഓക്കെ അല്ലേ? ഇത് ടോട്ടൽ നമുക്കറിയാം, സോറി E അല്ല I ആണ്. ഓക്കെ, ടോട്ടൽ I ആണ്. ആൻഡ് ഇത് ടോട്ടൽ എന്താണ്? E ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി എനിക്ക് വേണ്ട ആംഗിൾസ് മാത്രം ഞാൻ മെഷർ എടുക്കാൻ പോവാണ്. സോ എനിക്ക് വേണ്ട ആംഗിൾ ഇതാണ്. ഓക്കെ, ഈ ഒരു കുഞ്ഞാംഗിൾ, അതായത് ഇത് ടോട്ടൽ I ആണ്, ഇത് R1 ആണ് എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ Iയിൽ നിന്നും R1 കുറച്ചതായിരിക്കും അല്ലേ? ഇനി ഇത് ടോട്ടൽ നമുക്കറിയാം എന്താണ്? ഇത് ടോട്ടൽ E ആണ്, എനിക്ക് അറിയേണ്ടത് ഈ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? E - R2 ആയിരിക്കും അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. I - R1, E - R2. ഞാനപ്പം ആ ട്രയാങ്കിളിനെ മാത്രം ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുവാണ് കേട്ടോ. ഓക്കെ, ആ ഇപ്പം നമ്മൾ പറഞ്ഞ ആംഗിൾസ് പറഞ്ഞ ആ ഒരൊറ്റ ട്രയാങ്കിളിനെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചു. ഓക്കെ അല്ലേ? സോ അതിൽ നിന്ന് എനിക്ക് കിട്ടി ഇതിന്റെ വാല്യൂം കിട്ടി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I - R1 ആണ്, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു E - R2. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറിയാലോടാ, ട്രയാങ്കിളിന്റെ രണ്ട് ഇന്റേണൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആംഗിൾ അല്ലേ? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഡീവിയേഷൻ അല്ലേടാ? യെസ്, ഈ ഒരു ആംഗിൾ അല്ലേ ഇത്? സോ ഡീവിയേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാൻ പറ്റും? I - R1 + E - R2 അല്ലേ? അതാണ് എന്റെ സെക്കൻഡ് റിലേഷൻ. ക്ലിയർ ആയില്ലോടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R1 + R2 ഞാൻ, അതായത് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഞാൻ R1 + R2 ആക്കും. ഇപ്പൊ എന്താ കിടക്കുന്നത്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു I - R1 + E - R2. ഓക്കെ, സോ I + E - R1 + R2. ക്ലിയർ അല്ലേ? I + E - R1 + R2. R1 + R2 എന്താണ്? A എന്ന് കൊടുത്തൂടെ? സോ I + E - A. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഡീവിയേഷന്റെ വാല്യൂ. ഓക്കെ അല്ലെ? ഡീവിയേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? I + E, അതായത് ഇൻസിഡന്റ് ആംഗിൾ പ്ലസ് എമർജന്റ് ആംഗിൾ മൈനസ് ആംഗിൾ ഓഫ് പ്രിസം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിക്കേ, ഇനി ഏതോ ഒരു പോയിന്റ്, ഓക്കെ, ഏതോ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഏതോ ഒരു ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പം, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? മിനിമം ഡീവിയേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, മിനിമം ഡീവിയേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ മിനിമം ഡീവിയേഷൻ ഉണ്ടാകുന്ന പോയിന്റിനെ നമ്മൾ DM എന്ന് വിളിക്കുവാണ് കേട്ടോ. മിനിമം ഡീവിയേഷൻ ഉണ്ടാകുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? DM എന്ന് വിളിക്കുവാണ്. അറ്റ് ദി മിനിമം ഡീവിയേഷൻ. ആ മിനിമം ഡീവിയേഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെയാ ഉള്ളത്? എമർജിങ് ആംഗിളും ഇൻസിഡന്റ് ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ചെയ്ത രണ്ട് ആംഗിൾസ് ഇല്ലേ, അത് രണ്ടും സെയിം ആയിരിക്കും. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇൻസിഡന്റ് ആംഗിളും എമർജന്റ് ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ R1 = R2 which is equal to R ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോടാ, ഈ ഒരു ലൈൻ, അതായത് നമ്മുടെ QR എന്ന് പറയുന്ന ഈ ലൈൻ, അതായത് ഇൻസൈഡ് പ്രിസം റിഫ്രാക്ട് ചെയ്തു പോയ റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ആ റേ എന്തായിരിക്കും? പാരലൽ ടു BC ആയിരിക്കും, അതായത് പ്രിസത്തിന്റെ ബേസിന് പാരലൽ ആയിരിക്കും. അപ്പൊ മിനിമം ഡീവിയേഷൻ കിട്ടാനായിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് കേസ് എമർജിങ് ആംഗിളും അതുപോലെ തന്നെ ഇൻസിഡന്റ് ആംഗിളും സെയിം ആയിരിക്കും. R1 ഉം R2 ഉം, അതായത് റിഫ്രാക്ട് ചെയ്തു പോയ ആംഗിൾസ് ആണ്, അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മൂന്നാമത് എന്താണ്? യെസ്, റിഫ്രാക്റ്റഡ് റേ ബേസ്, പ്രിസത്തിന്റെ ബേസിന് എന്തായിരിക്കും? ഈക്വലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാരലൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്? I = E അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ I + E - A അല്ലേ? അപ്പം Iയും Eയും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം 2I - A which is equal to DM അല്ലേ? 2I - A which is equal to DM.
ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഐക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്തും. അതായത് ഡി എം ഇസ് ഈക്വൽ ടു 2i മൈനസ് എ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡി എം മൈനസ് എ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോയിലോട്ട് വരാം. സൈൻ ഐ ബൈ സൈൻ ആർ. ഓക്കെ, സൈൻ ഐ ബൈ സൈൻ ആർ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻറ്റു ഐന്റെ വാല്യൂ എന്താ വരിക? യെസ്, ഡി എം മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി എം പ്ലസ് എ ആണ് കേട്ടോ വരാം. ഇവിടെ മൈനസ് അല്ലേ, അപ്പൊ ഇവിടെ പ്ലസ് ആണ് കേട്ടോ. പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ. ഇവിടെ നമുക്ക് അറിയാലോടാ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇതല്ലേ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ R1ഉം R2ഉം സെയിം അല്ലേ, അപ്പൊ നമുക്ക് കിട്ടി 2R. അങ്ങനെയാണെങ്കിൽ R ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? A ബൈ 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? സൈൻ A ബൈ 2. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ ഈ കിടക്കുന്ന ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു N2 ബൈ N1 വിച്ച് ഇസ് ഈക്വൽ ടു N21. ക്ലിയർ ആയോ? ഇനി നമുക്കറിയാം ആംഗിൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ തീറ്റ എന്ന് പറയുന്നതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇവിടെ സൈൻ ഐനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്ത് ഐ എന്ന് എഴുതി കൂടെ. യെസ്, അപ്പൊ നമ്മൾ ഐ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? എ പ്ലസ് ഡി എം ഡിവൈഡഡ് ബൈ 2. അതുപോലെ ആർ എന്ന് പറയുന്നത് എന്താണ്? എ ബൈ 2. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ക്ലിയർ ആയില്ലോ? ഫൈൻ. സോ നമുക്ക് മിനിമം ഡീവിയേഷന്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എ പ്ലസ് ഡി എം ബൈ 2 ഡിവൈഡഡ് ബൈ എ ബൈ 2, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? N21 ആണ്. ഇവിടെ നിന്ന് ഡി എമ്മിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനലായിട്ട് ഡി എമ്മിന്റെ വാല്യൂ N21 മൈനസ് 1 ഇൻറ്റു എ എന്ന് കിട്ടും. ഓക്കെ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദിസ് പ്രിസം ഡു നോട്ട് ഡീവിയേറ്റ് ലൈറ്റ് മച്ച്. ക്ലിയർ ആയില്ലോടാ? ആൻഡ് നമ്മുടെ മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷനും ഇൻസിഡന്റ് ആംഗിളും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ്? ഇൻസിഡന്റ് ആംഗിളും എമർജന്റ് ആംഗിളും സെയിം ആണ്. അവിടെയാണ് മിനിമം ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, മിനിമം ഡീവിയേഷൻ കാണിക്കുന്നത്. ഗ്രാഫും കൂടെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആൻഡ് നമ്മുടെ ഇത് പറഞ്ഞു. ഇനി അടുത്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് നമ്മൾ വരുവാണ്. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനെ പരിചയപ്പെടും, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ നമ്മൾ പരിചയപ്പെടും, ആൻഡ് ഓൾസോ നമ്മൾ ആരെയും കൂടെ പരിചയപ്പെടും? യെസ്, നമ്മുടെ എന്താ പറയുക, ടെലസ്കോപ്പിനെയും കുറിച്ച് നമ്മൾ പരിചയപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ എ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഡിവൈസസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ബീൻ ഡിസൈൻഡ് യൂട്ടിലൈസിംഗ് റിഫ്ലക്റ്റിംഗ് ആൻഡ് റിഫ്രാക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മിറേഴ്സ്, ലെൻസ് ആൻഡ് പ്രിസംസ്. ഓക്കെ, പെരിസ്കോപ്പ് ഉണ്ട്, കലിഡോസ്കോപ്പ് ഉണ്ട്, ബൈനോക്കുലേഴ്സ് ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട്, മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? യെസ്, നമ്മുടെ ഈ ഒരു റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ലൈറ്റിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാണ്. അങ്ങനെയുള്ള കുറച്ച് ഉപകരണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഫസ്റ്റത്തെ സംഭവമാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ സാധാരണ നമ്മൾ പ്രായമായവരൊക്കെ ഒരു വലിയൊരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലെൻസ് അവരിങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, ഈ ലെൻസിനെയാണ്, അതായത് യൂഷ്വലി നമ്മൾ പറയുന്ന ഭൂതക്കണ്ണാടി. ഓക്കെ, ചില ജ്യോത്സ്യന്മാരൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മളിപ്പം പലയിടത്തും നമുക്ക് കാണാമല്ലോ, ചിലരൊക്കെ മുഖത്ത് നോക്കി ലക്ഷണം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരെ കയ്യിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അതേ സെയിം സാധനം തന്നെയാണ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെറിയ സംഭവങ്ങളെ മാഗ്നിഫൈഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ വലുതാക്കി കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ടാസ്ക്. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭൂതക്കണ്ണാടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. ക്ലിയർ? യെസ്, അതിന്റെ ഉപയോഗം എന്താണ്? മാഗ്നിഫൈ ചെയ്യുക. ഓക്കെ അല്ലേ? മാഗ്നിഫൈ ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ ഭൂതക്കണ്ണാടി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ആ ഒരു ഇമേജിനെ മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടുമോ? ഇല്ല, നമുക്ക് ചില പെർട്ടിക്കുലർ പോയിന്റുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ യൂഷ്വലി നമ്മുടെ ഒപ്റ്റിക്കൽ സെന്ററിനും ഫോക്കസിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ഭൂതക്കണ്ണാടി. ഇപ്പൊ കൈ നോക്കുന്ന ആൾക്കാർ, ഓക്കെ, കൈ നോക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? ഇങ്ങനെ വെച്ചിട്ടാ നോക്കുക അല്ലേ? ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് അവർക്ക് കൃത്യമായിട്ട് വിസിബിൾ ആയിട്ട് അവർക്ക് ആ ഒരു ഇമേജ് വെൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കാണത്തുള്ളൂ. സോ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒപ്റ്റിക്കൽ സെന്ററിനും അതുപോലെ തന്നെ ഫോക്കസ് പോയിന്റിനും, അതായത് ഈ ലെൻസിന്റെ ഫോക്കസ് പോയിന്റിനും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്ട് ഓൾവേസ് എന്തായിരിക്കും? കുറച്ചും കൂടെ അടുത്തായിരിക്കും, അതായത് നമ്മുടെ ലെൻസിന്റെ അടുത്തായിരിക്കും നമ്മൾ വെക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചു. സോ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് യു എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമുക്കറിയാം ലെൻസിലോട്ട് പാരലൽ ആയിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അത് അതിന്റെ ഫോക്കസ് പോയിന്റിലൂടെ പാസ് ചെയ്യും. ഇനി അത് ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ഡീവിയേഷൻ എന്തായിരിക്കും? അത് ഇതിങ്ങനെ പോകും.
ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഈ 2 ലൈന് നമുക്കറിയാം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നേരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടും. അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇതെന്താണ്? യെസ്, ഇത് നമ്മുടെ എന്താ പറയുക, എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? എൻലാർജ്ഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് ആണ് അല്ലെ? യെസ്, ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? സോ വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതെന്താണ്? ഇറക്റ്റ് ആണ്, നിവർന്നാണ് നിൽക്കുന്നത് അല്ലെ? ഇറക്റ്റ് ആണ്. ആൻഡ് ഓൾസോ എൻലാർജ്ഡ് ഇമേജ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ സാധാരണ ഗതിയിൽ ഈ ഒരു ലെൻസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വിർച്വൽ ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത് നിയർ പോയിന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ നമ്മൾ പറയും. ഓക്കെ, ഈ നിയർ പോയിന്റിന്റെ മെഷർമെന്റ് വരുന്നത് അറൌണ്ട് 25 സെന്റിമീറ്റർ ആണ്. അതായത് നമുക്കറിയാം ചില വസ്തുക്കൾ നമുക്ക് നമ്മുടെ കണ്ണിന്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും, ഇതിന് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്നിട്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചാലാണ് എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ആ മിനിമം ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് നിയർ പോയിന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ മെഷർമെന്റ് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? 25 സെന്റിമീറ്റർ ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും നാൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? യെസ്, ലീനിയർ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആംഗുലാർ മാഗ്നിഫിക്കേഷനും അതുപോലെ തന്നെ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് വിളിക്കുവാണ്. ഇതെന്താണ്? യെസ്, ഇമേജും കൂടെ വരുന്ന ആംഗിൾ ആണ്. ഇനി നോക്കിക്കേടാ, ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിനടുത്ത് ഇവിടെ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കും. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ അതേ പോയിന്റിലോട്ട്, അതേ ഒപ്റ്റിക്കൽ സെന്ററിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലോട്ട് ഞാൻ ഇതൊരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ആംഗിൾ കിട്ടില്ലേ? വൃത്തിക്ക് വരച്ചാൽ കിട്ടും കേട്ടോ. ഓക്കെ, സോ ബീറ്റ ആംഗിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത് നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. സോ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് ആൽഫ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ബീറ്റയും കിട്ടി, ആൽഫയും കിട്ടി. ഓക്കെ, ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ ആംഗിൾ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ആൽഫ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ അല്ലേ? So this is beta. Clear? Yes. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ, ഓക്കെ, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ which is equal to എന്താണ്? ആംഗിൾ subtended by the image divided by angle subtended by the object. ഓക്കെ, അതായത് നമ്മുടെ ബീറ്റ മൈനസ് ഡിവൈഡഡ് ബൈ ആൽഫ ആയിരിക്കും വരുന്നത്. ഓക്കെ, ബീറ്റ ബൈ ആൽഫയാണ് വരുന്നത്. സോ നമുക്കറിയാലോ ടാൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബീറ്റ എന്നുള്ള ആംഗിൾ അല്ലേ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് ടാൻ ബീറ്റ എടുത്താലും കുഴപ്പമില്ലല്ലോ. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുവാണ്? ടാൻ ബീറ്റ ഡിവൈഡഡ് ബൈ ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെ നോക്കിക്കേടാ, ടാൻ ബീറ്റന്റെ വാല്യൂ എന്ത് വരും? ടാൻ ബീറ്റന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് എന്തായിരിക്കും? യെസ്, ടാൻ ബീറ്റ. ഓക്കെ, ടാൻ ബീറ്റന്റെ വാല്യൂ വരുന്നത് നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ അല്ലേ, ഈ വലിയൊരു ട്രയാങ്കിൾ അല്ലേ? സോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, അത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? യെസ്, ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും അതിന്റെ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഇസ് ബി. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ ടാൻ ആൽഫ. ടാൻ ആൽഫന്റെ എന്തായിരിക്കും? ടാൻ ആൽഫന്റെ വരുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യു ആയിരിക്കും. ഓക്കെ, യെസ്, സോ നമ്മൾ എടുത്തു യു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിന് എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. സോ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് ഡിസ്റ്റൻസും, ഓക്കെ, ഈ രണ്ട് ഡിസ്റ്റൻസ് നോക്കിക്കേ, ഇതും എന്താണ്? ഇത് യു അല്ല കേട്ടോ, ഇത് എക്സാക്ട്ലി നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ വി തന്നെയാണ് വരിക. സോ ഇതും ക്യാൻസൽ ആയിപ്പോയി നമുക്ക് എന്ത് കിട്ടും? HI/HO എന്ന് വരും. ഓക്കെ അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ ആൽഫ വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അഡ്ജസന്റ് സൈഡ് എന്താണ്? എക്സാക്ട്ലി ഈ വി തന്നെയാണ് വരിക. സോ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി നമുക്ക് എന്ത് കിട്ടി? HI/HO എന്ന് വന്നു. ക്ലിയർ അല്ലേ? ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ. അപ്പം ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മാഗ്നിഫിക്കേഷൻ. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ മനസ്സിലായി. എന്താണ്? ഇറ്റ് ഇസ് അറൌണ്ട് 25 സെന്റിമീറ്റർ ആണ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 25 സെന്റിമീറ്റർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡി ആയിരിക്കില്ല. എങ്കിൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ഇമേജ് കിട്ടത്തുള്ളൂ. ക്ലിയർ ഇമേജ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് വിഷനെക്കാട്ടിലും അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് നിയർ പോയിന്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് വരേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് കേസ് 1.
ഓക്കെ, കേസ് വണ്ണിൽ എന്താ പറയുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് അറ്റ് ഡിയിൽ തന്നെയാണ്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1/f is equal to 1/v minus 1/u എന്ന് പറയുന്ന നമ്മുടെ തിൻ ലെൻസ് ഫോർമുലയില്ലേ? സോ ഇവിടെ ഞാൻ v എന്ന് പറയുന്നത് കൊണ്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഹോൾ ഇക്വേഷൻ ഞാൻ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു v/v1 ആയിരിക്കും മൈനസ് v/u. ഓക്കെ, ഇവിടെ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? v/u കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ആണ് അല്ലേ? സോ 1 മൈനസ് m എന്ന് നമുക്ക് കിട്ടുവാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് v/f ആണ്. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ കിട്ടി. സോറി, 1 മൈനസ് കേട്ടോ, 1 മൈനസ് v/f ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലാണ്. കേസ് 1ൽ എന്താ പറഞ്ഞത്? v is equal to d ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും ഇവിടെ? 1 മൈനസ് d/f ആയിരിക്കും. ഓക്കെ അല്ലേ? സോറി, യെസ്, 1 മൈനസ് d/f. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ? സോ ഈ ഡയറക്ഷനിലാണ്. സോ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്താണ്? എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? സോ ആ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ഒരു മൈനസ് വേണ്ടേ? അപ്പം ആ മൈനസും ഈ മൈനസും കൂടെ ഇതായിട്ട് എന്തായും? m is equal to 1 plus d/f എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 1 plus d/f എന്ന് കിട്ടും. ക്ലിയർ? യെസ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ അല്ലേ? ഇൻഫിനിറ്റിയിലാണ് ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? അങ്ങ് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാ വെക്കുക? യെസ്, നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. v is equal to ഇൻഫിനിറ്റി ആണ്. v is equal to ഇൻഫിനിറ്റി ആണ്. സോ നോക്കിക്കടാ, നമ്മുടെ ലെൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഒപ്റ്റിക്കൽ ആക്സസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? അല്ലെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇത് വെക്കുവാണ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുവാണ്. ഒബ്ജക്റ്റ് വെച്ച് കഴിയുമ്പം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കുന്നത് അതിന്റെ ഫോക്കസ് പോയിന്റിനോട് അടുത്തൊരു പോയിന്റിലായിരിക്കും ഞാൻ വെക്കുക. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് എക്സാക്ട്ലി ഫോക്കസ് എന്ന് പറയാൻ പറ്റില്ല, ഫോക്കസിനോട് അടുത്തുള്ള ഒരു പോയിന്റ്. സോ ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന് ഞാൻ എടുക്കുന്നത് ഫോക്കൽ ലെങ്ത് എന്നാണ് എടുക്കുന്നത്. സോ നമുക്കറിയാലോടാ, ഇത് പാരലൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഫോക്കസ് പോയിന്റിലൂടെ ഇത് എന്ത് ചെയ്യും? പോവും. ഓക്കെ, ഇതിന്റെ ഫോക്കസ് പോയിന്റിലൂടെ ഇത് പാസ് ചെയ്യും. ഇനി സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോവുകയാണ്, സോറി, സെന്റർ ഓഫ് കർവേച്ചർ അല്ല, നമ്മുടെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയായിരിക്കും വരെ? ഇവിടെ കൃത്യമായിട്ടുള്ള ഇമേജ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇമേജ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇമേജ്. സോ ഇത് ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡീവിയേഷൻ ഇല്ലാതെ ഇങ്ങനെ പോകും. സോ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് പാരലൽ റേസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അങ്ങ് ഇൻഫിനിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുവാണ് നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, ഓക്കെ, ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നത് പോലെ തന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ v is equal to d എടുക്കുവാണ്. ക്ലിയർ അല്ലേടാ? v is equal to d. നമുക്കറിയാം ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ 25 സെന്റിമീറ്ററിലല്ല നമുക്ക് ഫോം ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ഏറെക്കുറെ നമുക്കൊരു ചെറിയൊരു അടുത്തുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുവാണ്. v is equal to d ആണ്. ഓക്കെ, v ഇൻഫിനിറ്റിയിലാണ്, നമുക്കറിയാം ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ എടുക്കുന്നത്? ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലാണെന്ന് എടുക്കുവാണ്. ആൻഡ് ഓൾസോ u is equal to f എന്നും പറഞ്ഞെടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഗെയിൻ m is equal to ബീറ്റ ബൈ ആൽഫ അല്ലെങ്കിൽ ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ho by f divided by ho divided by d കിട്ടും. സോ ദാറ്റ് മീൻസ് d by f കിട്ടും. ഓക്കെ അല്ലേ? മാഗ്നിഫിക്കേഷൻ നമുക്ക് എന്ത് കിട്ടും? d by f കിട്ടും. എപ്പോഴാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, വി വിൽ നൗ ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ when the image is infinity. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ എടുത്ത ടേംസ് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ θ0 ഒക്കെയാണ് എടുക്കുന്നത്, ഞാൻ ആൽഫ ബീറ്റ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ രണ്ടിലും സംശയമൊന്നും വേണ്ട, എക്സാക്ട്ലി എന്താണ് ആംഗിൾ എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്താ വരിക? d/f ആണ് വാല്യൂ വരിക. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് അങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നടാ? ഡിയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നൗ അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ v is negative and is equal to magnitude of d, thus magnification is equal to 1 plus d/f. ഓക്കെ അല്ലേ? ഇമേജ് ഫോം ചെയ്യുന്നത് എക്സാക്ട്ലി ഡിയിലാണ്. ആൻഡ് അവിടെ ഒബ്ജക്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞില്ല. ആൻഡ് രണ്ടാമത്തെ കേസ് ആയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത്തിനോട് അടുത്താണ്, അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് f എടുത്തത്. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പം അതാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സിമ്പിൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഭൂതക്കണ്ണാടിയൊക്കെ പോലത്തെ സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാധാരണ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ്.
നിയർ പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു ഇറ്റ്സ് അറൌണ്ട് 25 സെന്റിമീറ്റർ ആണ്. ആൻഡ് നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ പറയുന്നത് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആണ് ഇൻസ്റ്റെഡ് ഓഫ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഒരു തെറ്റുമില്ല, സെയിം തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത് യെസ് ആൽഫ ബൈ ബീറ്റ ആണ്. ഓക്കെ സോറി ബീറ്റ ബൈ ആൽഫയാണ്. ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഓക്കെ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഇമേജ് ആൻഡ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ഒബ്ജക്റ്റ് ആണ്. അതിന്റെ റേഷ്യോ ആണ്. സോ നമ്മൾ പറഞ്ഞു ടാൻ തീറ്റ എന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി തീറ്റ ആണെങ്കിൽ തീറ്റ നമുക്ക് എങ്ങനെയും പറയാം ടാൻ തീറ്റ എന്നും പറയാം. സോ ഇവിടെ നമ്മൾ ആൽഫനെയും ബീറ്റയും എന്ത് ചെയ്യാണ് ടാൻ്റെ ടേംസിലോട്ട് മാറ്റി ദെൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുവാണ് എന്താണ് യെസ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിലാണെങ്കിൽ അല്ലെങ്കിൽ നിയർ പോയിന്റിലാണെങ്കിൽ എന്താണ് ഇക്വേഷൻ വരാം. ഇങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നത് എപ്പോഴാണ് 1+df ആണ്. ക്ലിയർ ആയിട്ട് കാണുമ്പം നമുക്ക് വരുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1+d/f ആണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റിയിലാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് എടുക്കുക ഡിയിൽ തന്നെയാണ്, കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു യെസ് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. ആ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് d/f ആണ് വാല്യൂ വരുന്നത്. ഇനി അടുത്ത നമ്മൾ വരുവാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോട്ട് നമ്മൾ വരുവാണ്. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ പറയുന്നത് നമ്മൾ യൂഷ്വലി നമ്മുടെ ലാബിലൊക്കെ കാണുന്ന മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് 2 ലെൻസ് ഉണ്ടാവും. ഓക്കെ 2 ലെൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് എന്താണ് യെസ് ഒബ്ജക്റ്റീവ് ലെൻസ്. അതായത് നമ്മൾ വെക്കുന്ന ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട് കാണേണ്ടത് ആ ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്ന ലെൻസിന് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയും. ആൻഡ് ഓൾസോ വൺ മോർ ലെൻസ് ഇസ് ദർ ഐ പീസ്, അതായത് നമ്മുടെ കണ്ണിനോട് ചേർത്ത് വെക്കുന്ന ലെൻസ്. ഓക്കെ നമ്മൾ യൂഷ്വലി കണ്ടിട്ടില്ലേ നമ്മൾ പ്ലാന്റിന്റെ സെല്ലും ഇതൊക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ കാണുന്ന ഒരു മൈക്രോസ്കോപ്പ് ഇല്ലേ, അതാണ് എക്സാക്ട്ലി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ യെസ് ഇങ്ങനെ ഒരു പൈപ്പല്ലേ ഉണ്ടായിരിക്കാം. ഓക്കെ അല്ലേ നമ്മൾ നോക്കുന്നത് ഇത് എനിക്ക് കൃത്യമായിട്ട് വൃത്തിക്ക് വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ. സോ നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റിനോട് അടുത്തിട്ടുള്ള ലെൻസിന് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും ഈ ഫാർ അവേ ഉള്ളതിന് നമ്മുടെ കണ്ണിനോട് അടുത്തുള്ളതിന് നമ്മൾ ഐ പീസ് എന്നും വിളിക്കും. ഓക്കെ എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് എ ലിമിറ്റഡ് മാക്സിമം മാഗ്നിഫിക്കേഷൻ ഇസ് അറൌണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഓക്കെ അതായത് നമുക്ക് മാക്സിമം ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് 9 ആണ്. അതായത് 9 ടൈംസ് ലാർജർ ആയിട്ട് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. മാക്സിമം അത്രത്തോളം നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെല്ലിനെയോ അല്ലെങ്കിൽ അത്രയും മൈക്രോ ആയിട്ടുള്ള ഇതിനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം യെസ് അതിനെക്കാട്ടിലും ഒരുപാട് മാഗ്നിഫിക്കേഷൻ ഉള്ള ഒരു മൈക്രോസ്കോപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതായത് ഫോർ മച്ച് ലാർജർ മാഗ്നിഫിക്കേഷൻ വൺ യൂസസ് 2 lenses. ഓക്കെ അതായത് ഫസ്റ്റ് ഈ ഒരു ലെൻസിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും യെസ് അവിടെ അത് ഒന്ന് മാഗ്നിഫൈഡ് ആവും. ഇനി രണ്ടാമത്തെ ലെൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അത് കുറച്ചും കൂടെ മാഗ്നിഫൈഡ് ആവും. അപ്പൊ 2 ലെൻസസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് അത്രത്തോളം മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. സോ ഫോർ മച്ച് ലാർജർ മാഗ്നിഫിക്കേഷൻസ് വൺ യൂസസ് 2 lenses, one compounding the effect of the other. This is known as compound microscope. ഓക്കെ അല്ലേ. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ലെൻസിൽ ത്രൂ ഒരു ഇമേജ് ഉണ്ടായി. ആ ഇമേജ് എന്താണ് ഓൾറെഡി മാഗ്നിഫൈഡ് ആണ്. ഓക്കെ ഇനി ആ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് എന്തായിട്ട് ആക്ട് ചെയ്യും ഒബ്ജക്റ്റ് ആയിട്ട് സെക്കൻഡ് ലെൻസിന് ആക്ട് ചെയ്യും. സോ അഗെയിൻ എന്ത് ചെയ്യും യെസ് ഇവിടെ ഇപ്പം ഒരു 5 ടൈംസ് ആണ് മാഗ്നിഫൈഡ് ആയതെങ്കിൽ ഇവിടെ ഒന്നും കൂടെ മാഗ്നിഫൈഡ് ആകും. അപ്പം ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും വലിയൊരു ഇമേജ് നമുക്ക് കിട്ടും. അപ്പം ഈ സെല്ലിന്റെ ഒക്കെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ എന്താ പറയുക നമുക്ക് അത്രത്തോളം മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ compound microscopes use ചെയ്യുന്നത്. Okay അല്ലേ. യെസ് ദ ലെൻസ് നിയറസ്റ്റ് ടു ദ ഒബ്ജക്റ്റ് ഇസ് നോൺ ആസ് ഒബ്ജക്റ്റീവ് ഫോംസ് എ റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ്. ഓക്കെ റിയൽ ആയിട്ടുള്ള ഇമേജ് വന്നാൽ മാത്രമാണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന് അതായത് നമ്മുടെ ഐ പീസിന് അതിന് ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഒബ്ജക്റ്റ് ആയിട്ട് അതിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ. ആൻഡ് ദ സെർവ്സ് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് ലെൻസ്. ഇനി ഐ പീസ് which functions essentially like a simple microscope or magnifier produce a final image. ഓക്കെ അല്ലേ. ഫസ്റ്റ് ലെൻസ് എന്താ ചെയ്യുന്നത് ഒരു ഇവിടെ ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട് ഇതിന് മാഗ്നിഫൈഡ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി. ഈ ഇമേജ് എന്തായിരിക്കും സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. സെക്കൻഡ് ലെൻസ് എന്ത് ചെയ്യും യെസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കും. സോ ഓൾറെഡി ഇത് മാഗ്നിഫൈഡ് ആണ് ഒന്നും കൂടെ അത് മാഗ്നിഫൈഡ് ആവും. ക്ലിയർ അല്ലേടാ. യെസ് ഇനി the first inverted image is thus near the focal plane of the eyepiece. Okay at a distance appropriate for final image formation. Okay and at infinity or a little closer for image formation at the near point. Clearly the final image is inverted with respect to the original object. We now obtain the magnification due to compound microscope. The ray diagram 9.24 shows the linear magnification due to the object namely h dash and h. Okay so ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാടാ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു.
ഓക്കെ അല്ലേ? ഫസ്റ്റ് അതിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു റേ വന്നു. നമുക്കറിയാം അത് എന്ത് ചെയ്യും, ഈ ലെൻസിന്റെ ഫോക്കസിലൂടെ അത് പാസ് ചെയ്തു. അടുത്ത എന്താണ്, യെസ്, നമ്മുടെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോകുന്നു, അത് വിത്തൗട്ട് ഡീവിയേഷൻ എന്ത് ചെയ്യും, അതേ ലൈനിലൂടെ തന്നെ പാസ് ചെയ്ത് പോരും. അപ്പം ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്തത്. ക്ലിയർ അല്ലേ? A', B' ആണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ A', B' ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ്. ഓക്കെ അല്ലേ? നമ്മുടെ സെക്കൻഡ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ്. നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ കർവേച്ചർ, ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഐ പീസിന്റെയും കർവേച്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതിന്റെ കർവേച്ചറാണ് കൂടുതൽ വരുന്നത്. അഫ്കോഴ്സ് നമ്മുടെ ഐ പീസിന്റെ ആണ്, അല്ല ഐ പീസിന്റെ കർവേച്ചർ ആണ് കൂടുതൽ വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ A', B' കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതൊരു റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് നോക്കിക്കേടാ, ഇവിടെ നിന്നതാ ഇമേജ് ഇങ്ങനെ വന്നു. ഓക്കെ അല്ലേ? പാരലൽ ആയിട്ട് വന്നു. പാരലൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, അഫ്കോഴ്സ് അത് ഇതിന്റെ ഫോക്കസ് പോയിന്റിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഞാൻ വരച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് കിട്ടത്തില്ല, അത് ഫോക്കസ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് ഇതിന്റെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ, ഓക്കെ, ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്തു. ക്ലിയർ അല്ലേടാ? ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്തു. അത് വിത്തൗട്ട് ഡീവിയേഷൻ എന്ത് ചെയ്യും? യെസ്, വിത്തൗട്ട് ഡീവിയേഷൻ അത് പോവും. ക്ലിയർ അല്ലേ? ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോയി വിത്തൗട്ട് ഡീവിയേഷൻ അതിങ്ങനെ പോവും. ഇനി നമ്മൾ ഈ രണ്ട് ലൈനിനെയും, അതായത് നമ്മുടെ ഇപ്പം നമുക്ക് കിട്ടിയ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് ഇരിക്കുന്ന പൊസിഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഫോം ചെയ്യുന്ന, ഇമേജ് ഫോം ചെയ്യുന്ന ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിന്റെ മാത്രമല്ല, ഇനി നമ്മൾ ടെലസ്കോപ്പ് പറയുമ്പോൾ ടെലസ്കോപ്പിന്റെ ആണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റേ ഡയഗ്രാം എന്ന് പറയുന്നത്, വരയ്ക്കാൻ അറിയണം. ഇനി നേരെ തിരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ ടെലസ്കോപ്പിൽ നമ്മൾ പറയുക. സോ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ പറയേണ്ട കാര്യം കേട്ടോ. ഓക്കെ, സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്തിനാണ്? സിമ്പിൾ മൈക്രോസ്കോപ്പിന് അറൌണ്ട് മാഗ്നിഫിക്കേഷൻ മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത് എത്രയാണ്? യെസ്, ഒരു അറൌണ്ട് 9 ആണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ നമ്മൾ നേരെ മാറ്റുവാണ്. അതായത് നമുക്ക് കൂടുതൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടണം, കാരണം അത്രയും ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്താ പറയുക നമുക്ക് കാണേണ്ടത്. സോ കൂടുതൽ മാഗ്നിഫിക്കേഷൻ വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതിന് രണ്ട് ലെൻസസ് ആണുള്ളത്, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും. സോ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ആയിരിക്കും ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്, ആൻഡ് ഫൈനൽ ഇമേജ് ആയിരിക്കും ഐ പീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരൊക്കെ പ്രോസസ്സ് നടക്കുമ്പോഴും നമുക്കറിയാം ഈ ഒബ്ജക്റ്റും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇമേജിന്റെയും ലെങ്ത് നമുക്ക് ഏറെക്കുറെ എന്ത് പറയാൻ പറ്റും? ഈ വരുന്ന ഈ കുടലുണ്ടല്ലോ, ഇതിന്റെ ലെങ്ത് ആയിട്ട് പറഞ്ഞുകൂടെ? അതാണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. So now we obtain the magnification due to compound microscope, and this 9.24 shows the linear magnification. So that will be equal to h dash by h. h dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? h dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെൻസ് എന്ന് ഫോം ചെയ്ത ഇമേജിന്റെ ഹൈറ്റ് ആണ്. h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഈ ലെങ്ത്, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതെ നമ്മുടെ മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മളൊരു പൈപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കുന്നത്, ആ പൈപ്പിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇത്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ. ഇനി കഴിഞ്ഞോ? ഇല്ല, നമുക്ക് നമ്മുടെ ഐ പീസിന്റെ മാഗ്നിഫിക്കേഷനും കൂടെ നമുക്ക് അറിയണം. ഓക്കെ, സോ വേർ വി ഹാവ് ടു യൂസ് ദ റിസൾട്ട് tan beta which is equal to h by fo which is equal to h dash by l നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടാൻ ബീറ്റാന്റെ വാല്യൂ നമ്മൾ നോക്കുവാണ്. ഓക്കെ, ടാൻ ബീറ്റാന്റെ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? യെസ്, ഇവിടെ h ആണ് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ fo ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ h by fo which is equal to h dash. ഓക്കെ, ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ h dash ഡിവൈഡഡ് ബൈ എന്താ വരിക? യെസ്, നമ്മുടെ ഈ ഒരു ലെങ്ത് ആണ്, അതായത് നമ്മുടെ എന്താ പറയാ ലെൻസും ഇമേജും ഫോം ചെയ്തിട്ടുള്ള എന്താ പറയുക ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അതായത് ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുകയാണ്. ഇതാണ് നമ്മൾ നോക്കുന്ന നമ്മുടെ ഐ പീസ് ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ ഇരിക്കുന്നു. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് എന്താണ്? എൽ അല്ലേ? അത് തന്നെയല്ലേ നമ്മുടെ ഒബ്ജക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ലെൻസും അതുപോലെ നമ്മുടെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരാം. ഓക്കെ, ലെൻസ് ഇവിടെ ഇരിക്കുന്നു, ഇമേജ് ഇവിടെ അല്ലെ, ഇമേജ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അതെന്തായിരിക്കും? ഇതിന്റെ ലെങ്ത് ആയിരിക്കും. അതാണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? h dash is the size of the first image and the object size
being H and FO being the focal length of objective. The first image is formed near the focal point of the eyepiece. So the distance L, that is the distance between the second focal point of the objective and the first focal point of the eyepiece. This is called tube length of the compound microscope. ഓക്കെ, ട്യൂബ് ലെങ്ത് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പേരാണ് ഇതുവരെ വരാതിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഐ പീസിന്റെ നോക്കാം. ഐ പീസിന്റെ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ, നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് വിഷനിൽ വരുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ MEന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം, 1 + D/FE എന്ന് കൊടുക്കാം അല്ലെ. ഇത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്, മൈക്രോസ്കോപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെൻ ഫൈനൽ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, ഓക്കെ അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ, ഈ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോടാ, നമ്മൾ പറഞ്ഞു അല്ലെ. അറ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞു എന്താണ് മാഗ്നിഫിക്കേഷൻ വരുന്നത് D/F ആണ്. സോ ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ D/F എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ പീസ് ആയിരിക്കും. ക്ലിയർ? യെസ്. ഇനി ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോടാ ആഡ് ചെയ്യുകയല്ല ചെയ്യുക അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുക അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ MO ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ഇൻടു ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ. സോ യെസ്, ഓഫ് കോഴ്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് L/FO ആണ് ആൻഡ് ഇൻടു ME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D/FE ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നമുക്ക് കിട്ടി. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം 1 സെന്റിമീറ്റർ ആണ്, ഐ പീസിന് നമുക്ക് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 20 സെന്റിമീറ്റർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മാഗ്നിഫിക്കേഷൻ? എല്ലാ വാല്യൂസും നമുക്ക് അറിയാലോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോലെ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിന്റെ അവിടെ 25 കൊടുക്കുന്നു, എല്ലിന്റെ അവിടെ 20 കൊടുക്കുന്നു, ആൻഡ് ഓൾസോ എഫിന്റെ അവിടെ 2 കൊടുക്കുന്നു, ആൻഡ് FOന്റെ അവിടെ 1 കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടുന്നു മാഗ്നിഫിക്കേഷൻ 250 ടൈംസ് നമുക്ക് എന്താണ് വലുതായിട്ട് നമുക്ക് ആ ഇമേജിനെ കാണാനായിട്ട് പറ്റും അല്ലെ. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അറൌണ്ട് 9 ആണ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ. എത്ര വരാം? മാക്സിമം നമുക്ക് കിട്ടുന്നത് 9 ആണ്. 9 ടൈംസ് എന്താ പറയുക ബിഗർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അറൌണ്ട്, ഓക്കെ ഇത് എക്സാക്ട്ലി വാല്യൂ അല്ല, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഐ പീസിന്റെയും ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ ട്യൂബ് ലെങ്ത് ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ വാല്യൂ മാറും. സോ അറൌണ്ട് നമുക്ക് പറയാം 250 ടൈംസ് ബിഗർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട്. ക്ലിയർ? യെസ്. ഇനി നമ്മൾ അടുത്തത് എങ്ങോട്ടാണ് വരുന്നത്? യെസ്, സിമ്പിൾ മൈക്രോസ്കോപ്പിന് നമ്മൾ പറഞ്ഞു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇസ് എ ബൈകോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, 2 കോൺവെക്സ് ലെൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ടു ഗെറ്റ് എ വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ്. ഓക്കെ, സോറി, സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതാ ഒരു സ്ഫിയറിന്റെ ഭാഗമാണിത്, ആൻഡ് അടുത്തൊരു സ്ഫിയർ വരച്ചു, അതിന്റെ ഭാഗമാണ് ഇത്. രണ്ടും മെർജ് ചെയ്യുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഓക്കെ അല്ലേ, ഇതാണ് ബൈ കോൺവെക്സ് ലെൻസ്. ഇനി ബൈ കോൺകേവ് ലെൻസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ബൈ കോൺകേവ് ലെൻസ്. In image formed at far point, image formed at LDDV. Okay, yes. So നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് കേസിൽ ഫാർ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ആ കേസിലാണെങ്കിൽ അതായത് V =∞ വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ അറൌണ്ട് D/FE ആയിരിക്കും വരുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലാണ്, ഓക്കെ ലീസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ് LDDV. ഓക്കെ, സോ ലീസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ മാഗ്നിഫിക്കേഷൻ എങ്ങനെ കാണാം? 1 + D/FE ആണ് വാല്യൂ വരിക. ഓക്കെ അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ആക്ട് ആസ് ദ ഒബ്ജക്ട് ഫോർ ഐ പീസ്. ദ ലെങ്ത് ഓഫ് ദി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, അതായത് ഐ പീസിലോട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് നമ്മുടെ ഇമേജ്, അതായത് ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് ഫോം ചെയ്ത ഇമേജിന്റെ ഡിസ്റ്റൻസ്, അതാണ് VO എന്ന് പറയുന്നത്. ഇനി ആംഗുലാർ മാഗ്നിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ആൻഡ് ഫൈനലി നമ്മൾ ടെലസ്കോപ്പിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗത്തിലോട്ട് വന്നിരിക്കുകയാണ്. സോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ടെലസ്കോപ്സ് ആണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടെറസ്ട്രിയൽ ടെലസ്കോപ്പും അതുപോലെ തന്നെ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പാണുള്ളത്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്തിൻ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ എർത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ആസ്ട്രോണമിക്കൽ ആണെങ്കിൽ നമ്മുടെ ഗാലക്സീസ് സ്റ്റാർസിനൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അതിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പുകൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ടെലസ്കോപ്പിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മെയിൻലി എന്താണെന്നുണ്ടെങ്കിൽ വളരെ ദൂരെയുള്ള ഒബ്ജക്ട്സിനെ ഭയങ്കരമായിട്ട് മാഗ്നിഫൈഡ് ആക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് എത്രത്തോളം വലുതാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്, ദെൻ ഐ പീസ്.
ഓക്കെ അല്ലേ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്, ഐ പീസ് ആണ് സെക്കൻഡ് വരുന്നത്. ക്ലിയർ അല്ലേടാ? സോ ദ ടെലസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജെക്ട്സ്. ഓക്കെ, ഇതാണ് ഇതിന്റെ യൂസ്. പഠിച്ചു വെക്കുക കേട്ടോ. ടെലസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ പ്രൊവൈഡ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജെക്ട്. It also has an objective and eyepiece, but here the objective has larger focal length. Okay, objective ആയിരിക്കും larger focal length, objective ആയിരിക്കും കൂടുതൽ curvature വരുന്നത്, and yes, much larger aperture than eyepiece. eyepiece നെക്കാട്ടിലും curvatureും focal length മാർക്കാണ് കൂടുതൽ വരുന്നത്. Yes, FO is greater than FVE ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കേസിലാണെങ്കിലോ ഐപീസിനായിരുന്നു ഇതൊക്കെ കൂടുതൽ അല്ലേ? യെസ്. ഇനി ലൈറ്റ് ഫ്രം എ ഡിസ്റ്റന്റ് ഒബ്ജക്ട് എൻറ്റേഴ്സ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അതായത് നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പാരലൽ റേസ് ആയിരിക്കും വരുന്നത് അല്ലേ? പാരലൽ റേസ് ആയിരിക്കും വരുന്നത്. ഒബ്ജക്ട് എൻറ്റേഴ്സ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് റിയൽ ഇമേജസ് ഫോംഡ് ഇൻ ദ ട്യൂബ് അറ്റ് ഇറ്റ്സ് സെക്കൻഡ് ഫോക്കൽ പോയിന്റ്. അതായത് നമുക്കറിയാം ഫസ്റ്റ് ഇതായി ഇങ്ങനെ വന്നു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോക്കസ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോകുന്നു, ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ആ ഇമേജ് എന്താണ്? റിയൽ ഇമേജ് ആണ്. കാരണം റിയൽ ഇമേജ് ആണെങ്കിൽ മാത്രമാണ് ഇതിന് കാണാനായിട്ട് പറ്റത്തുള്ളൂ, ഐ പീസിന് അതിന് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തു, അത് സെക്കൻഡ് ഫോക്കൽ പോയിന്റിന് ഇതിലാണ് ഫോം ചെയ്യുന്നത്. ദ ഐ പീസ് മാഗ്നിഫൈസ് ദ ഇമേജ് പ്രൊഡ്യൂസിങ് എ ഫൈനൽ ഇൻവേർട്ടഡ് ഇമേജ്. ഓക്കെ, ഐ പീസ് എന്ത് ചെയ്യും? ഇതിനൊന്നും കൂടെ മാഗ്നിഫൈ ചെയ്യും. ഓക്കെ, റിയൽ ഇമേജ് അവിടെ ഫോം ചെയ്തു, ഐ പീസ് ഇതിനെ മാഗ്നിഫൈ ചെയ്യാണ്. ഓക്കെ അല്ലേ? ദ ഐ piece magnifies this image, producing the final inverted image. The magnifying power m is the ratio of angle beta by alpha. Okay, beta യും alpha എന്താണെന്ന് അറിയാലോ? ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത്, ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ അത് നമുക്ക് ബീറ്റ ബൈ ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടും. യെസ്, രണ്ടിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ എന്താ പറയുക റേഷ്യോ ആയിട്ട് നമുക്ക് കിട്ടും. ഇൻ ദിസ് കേസ് ദ ലെങ്ത് ഓഫ് ദി ടെലസ്കോപ്പ് ട്യൂബ്, അതായത് നമുക്ക് കണ്ടിട്ടുണ്ടാവില്ലേ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഇതാണ്. ആ ലെങ്ത് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ഐ പീസിന്റെയും ഫോക്കൽ ലെങ്ത്തിന്റെയും സം ആയിരിക്കും ഈ ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് ഹാവ് ഇൻ അഡീഷൻ എ പെയർ ഓഫ് ഇൻവേർട്ടിംഗ് ലെൻസ് ടു മേക്ക് ദ ഫൈനൽ ഇമേജ് ഇറക്റ്റ്. ഓക്കെ, അതായത് ഈ പറയുന്ന ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ആൻഡ് ഓൾസോ നമ്മളൊരു കാര്യം കൂടെ പറയാൻ മറന്നു. നമുക്ക് നേരത്തെ നമ്മളിവിടെ ചെയ്തപ്പം നമ്മൾ പറഞ്ഞല്ലോടാ നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ വരുന്നത് യെസ് ഈ ഒരു ഇക്വേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു നെഗറ്റീവ് വരും. ഓക്കെ, അതായത് എന്താ പറയുക മാഗ്നിഫിക്കേഷൻ ഒരു നെഗറ്റീവ് വാല്യൂ വരും. പക്ഷേ യൂഷ്വലി നമ്മളത് കൺസിഡർ ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താണ്? നമുക്കറിയാം നമ്മൾ എടുക്കുന്നത് വളരെ ചെറിയ എന്തെങ്കിലും ഒരു സെല്ലോ സംതിങ് സംഭവങ്ങളായിരിക്കും അല്ലെ? അത് തലതിരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കാരണം മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻവേർട്ടഡ് എന്നുള്ളൊരു ഇതല്ലേ വരുന്നത്. സോ അത് തലതിരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നുള്ളതിന് അവിടെ അർത്ഥമില്ല. അതുകൊണ്ടാണ് യൂഷ്വലി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ മാഗ്നിഫിക്കേഷൻ പറയുമ്പോൾ നെഗറ്റീവ് പറയാത്തത് കേട്ടോ. എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇപ്പൊ ക്ലാരിഫൈഡ് ആയി എന്ന് വിചാരിക്കുന്നു. മാഗ്നിഫിക്കേഷൻ ഇവിടെ നെഗറ്റീവ് പറയാത്തത്, സ്പെസിഫൈ ചെയ്യാത്തതിന്റെ കാരണം അത് തലതിരിഞ്ഞിട്ടാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ പ്രത്യേകിച്ച് വിഷയമില്ല. കാരണം നമ്മൾ അത്രയും ചെറിയ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ചെറിയ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ മാഗ്നിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ തലതിരിഞ്ഞിട്ടാണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, യെസ്. അപ്പോൾ ടെലസ്കോപ്പിലോട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. യെസ്, അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ ടെലസ്കോപ്പ് ഹൂസ് ഒബ്ജക്റ്റീവ് ഹാസ് ഫോക്കൽ ലെങ്ത് of 100 centimeter and the IPS have focal length 1 centimeter. The magnifying power of the telescope is m. നമ്മുടെ ഈ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫോക്കൽ ലെങ്ത്തിന്റെ റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞു മാഗ്നിഫിക്കേഷൻ. സോ നമുക്ക് കിട്ടും 100 ആണ്. Let us consider a pair of stars of actual separation 1 minute of hour. The stars appear as through they are separated by an angle of യെസ് ഇത്രയും ആംഗിളിലാണ് ഇത് സെപ്പറേറ്റഡ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് കുറച്ച് ലിമിറ്റേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ലാർജർ അപ്പേർച്ചർ ആണ്. നമ്മൾ പറഞ്ഞു ലാർജർ അപ്പേർച്ചർ ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. യെസ്, ലാർജർ അപ്പേർച്ചറും അതുപോലെ തന്നെ ലാർജർ ഫോക്കൽ ലെങ്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് എന്തായിരിക്കും? ബിഗ് ആയിരിക്കും. ഓക്കെ, അത് ഒരു കൈൻഡ് ഓഫ് ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്കത് സപ്പോർട്ട് ചെയ്ത് നിർത്താം. വെരി ഹെവി ആയിരിക്കും, ഭയങ്കര ബിഗ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി രണ്ടാമത്തത്, ഇത്രയും വലിയൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാലോ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ക്രൊമാറ്റിക് അബ്രേഷൻ. ഓക്കെ, അതായത് ബ്ലർഡ് ഇമേജസ് ആയിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടാം. ഓക്കെ, അതാണ് ക്രൊമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്നത്. സോ അതിനും പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഈ ഡിസഡ്വാൻറ്റേജസിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് റിഫ്ലാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ബട്ട് എന്നിരുന്നാലും നമ്മുടെ NCERT നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ പറയുവാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു അതൊക്കെ ഇവിടെ അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇവിടെ ക്രൊമാറ്റിക് അബ്രേഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് പറയാം അത്രത്തോളം സൈസിന്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് ദെൻ ഓൾസോ നമുക്ക് പറയാം എന്താണ് ഇത് അത്രത്തോളം എക്സ്പെൻസീവ് ആയിരിക്കില്ല.
ഓക്കെ അല്ലേ? സോ ഫോർ ദിസ് റീസൺ, അതായത് ഈ പറഞ്ഞ നമ്മുടെ ടെലസ്കോപ്പിന്റെ ഡിസഡ്വാൻറ്റേജസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വി യൂസ് എ കോൺകേവ് മിറർ റാദർ ദാൻ എ ലെൻസ് ഫോർ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? ഒരു കോൺകേവ് മിററിനെയാണ് നമ്മൾ എടുക്കുക. ആൻഡ് ടെലസ്കോപ്പ് വിത്ത് ദ മിറർ ഒബ്ജക്റ്റീവ് ആർ കോൾഡ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. ഓക്കെ അല്ലേ? സോ നമ്മൾ ആ ലൈറ്റ് റേ പാരലായിട്ട് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? യെസ്, ഒബ്ജക്റ്റീവ് മിററിൽ അതെന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്ത് അത് സെക്കൻഡറി മിററിലോട്ട് വന്നു. ദെൻ അവിടെ എന്തായി? ഐ പീസിലോട്ട് ഈ എല്ലാ റേസും വന്ന് കൺവേർട്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ഇത്തരം സംഭവങ്ങളൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ ടെലസ്കോപ്പിനുള്ള ഇത്രയും ഡിസഡ്വാൻറ്റേജസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇത് വളരെ സിമ്പിൾ ആണ്. പാരലൽ റേസ് ആണ് വരുന്നത് അല്ലേ? വന്നു, ഒബ്ജക്റ്റീവ് മിററിൽ വന്ന് അടിച്ചു, റിഫ്ലക്ട് ചെയ്ത് സെക്കൻഡറി മിററിലോട്ട് പോയി, ഇതെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരൊറ്റ പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ഐ പീസ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ മാഗ്നിഫൈഡ് ഇമേജ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് ഇതിന്റെ ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് നമുക്ക് പഠിക്കാനില്ല. സോ അങ്ങനെയാണെങ്കിൽ ടെലസ്കോപ്പിന്റെ നമ്മൾ പറഞ്ഞു, ടെലസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് ബീറ്റ ബൈ ആൽഫ, ആൻഡ് അത് നമ്മൾ പറഞ്ഞു FO ബൈ UV ആണ്. ആൻഡ് ലെങ്ത് ഓഫ് ദി ടെലസ്കോപ്പും നമ്മൾ പറഞ്ഞു. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ നമ്മൾ വൺ ഷോട്ട് ഓൾറെഡി എടുത്തു. സോ വൺ ഷോട്ട് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. വൺ ഷോട്ട് കണ്ടിട്ട് ഇത് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുക. കാരണം NCERT പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഓൾസോ ഗൈസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ എന്നുള്ള രീതിയിൽ കവർ ചെയ്ത് പോവുക. കാരണം നിങ്ങൾക്കറിയാം, ഇനി ഡിസംബർ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എക്സാം വരുന്നുണ്ട്. ഇനി ഒരു വെക്കേഷൻ ഉണ്ട്. വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം ഉണ്ടാവും. ഇത്രയും ദിവസം നമുക്ക് ലാഗ് വന്ന്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടി പോയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 10 days ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. എന്ന് കാര്യം എല്ലാ ദിവസവും പഠിക്കണം എന്നല്ല, നമുക്ക് ഹോളിഡേയ്സ് കിട്ടുന്നതാണ് അല്ലെ? ഇത്രയും ദിവസം നമ്മൾ സ്കൂളിൽ പോയി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 10 ദിവസം കിട്ടുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങളൊന്ന് പഠിച്ചേക്ക്. ഓക്കെ, കാരണം എന്തുവാണെന്നുണ്ടെങ്കിൽ ഇനി ബുദ്ധിമുട്ടാണ് മക്കളെ. കാരണം ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ ബോർഡ് എക്സാം വരുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ മോഡൽ എക്സാം ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ആകെ ടയർഡ് ആവും. അപ്പോഴത്തേനും നമുക്ക് ബോർഡ് എക്സാമിന് പോകേണ്ടി വരികയാണ്. അപ്പം ഈ എക്സാംസ് എഴുതുക എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ, എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കുക. സോ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ കിട്ടുന്ന സമയമാണ് ഇതൊക്കെയും. സോ തീർച്ചയായിട്ടും പഠിക്കുക. റേ ഒപ്റ്റിക്സ് മാത്രമല്ല, ഇനി നമ്മൾ വേ ഒപ്റ്റിക്സ് ഇനി കമ്മിങ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ആൻഡ് അതും കൂടെ കാണുക. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് നമ്മൾ കവറപ്പ് ആവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട്, എന്തെങ്കിലും മോഡിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആസ് ഓൾവേസ് ഞാൻ പറയുന്ന പോലെ സംശയമാണെന്നുണ്ടെങ്കിൽ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. ടെലഗ്രാമിൽ ലൈവിൽ വന്നിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടാനായിട്ട്, ഒരു ചെറിയൊരു മനസ്സും കൂടെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. റേ ഒപ്റ്റിക്സിന്റെ ഫ്രം ദി ബിഗിനിങ് നമ്മൾ റിഫ്ലക്ഷനിലാണ് തുടങ്ങിയത്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞു, അതിനുശേഷം നമ്മൾ റിഫ്രാക്ഷനിലോട്ടാണ് വന്നത്. റിഫ്രാക്ഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കുറച്ച് ഡെറിവേഷൻസ് പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ മിറർ ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, സോ അങ്ങനെ കുറേ ഇക്വേഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഡെറിവേഷൻസിലോട്ട് വന്നു. ഡെറിവേഷൻസ് ഈ ചാപ്റ്ററിൽ ഒന്നും തന്നെ ഒഴിവാക്കാനില്ല, എല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. അത് റിഫ്രാക്ഷൻ ആൻഡ് സ്ഫെറിക്കൽ സർഫസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിനിമം ഡീവിയേഷൻ ആയിക്കോട്ടെ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൺസ് ഒരു 2-3 പ്രാവശ്യം എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെറിവേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. ഒന്നും ടെൻഷൻ അടിക്കാനില്ല. മക്കളെല്ലാവരും അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് പഠിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം, വീണ്ടും ഏറ്റുമുട്ടാം. സോ യെസ്, stay tuned to Vedantu Malayalam channel for more videos and updates. Thank you so much. Bye bye.